السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. قال رسول الله صلى الله عليه وسلم: وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. സ്നേഹധരനിരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ളവരും ഇല്ലാത്തതുമായ എല്ലാവരോടും കൂടിയായി പറയുന്നു: നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുന്നു അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു. അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മുട്ടുന്നുണ്ട്. നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാപ്തമാക്കി സുന്നത്തായ കർമ്മങ്ങൾ, നബി സ്വയം ചര്യയിൽപ്പെട്ട കാര്യങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് നാം ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ജീവിച്ച് മരിച്ച് മരണാന്തരം അള്ളാഹു തആല പരലോകത്ത് കുറ്റവാളികൾക്കായി ഒരുക്കപ്പെട്ട നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് അതിനകത്ത് പ്രവേശിക്കാതെ സത്യവിശ്വാസികൾക്കായി ഒരുക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. പതിവായി നാം ചെയ്തു വരുന്ന കർമ്മം, അതായത് പള്ളിയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ച് സുബ്ഹി നമസ്കാരാനന്തരം ദിക്റുകൾക്ക് ശേഷം ഖുർആൻ പാരായണ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു. ജീവിതത്തോടുകൂടി എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോട് ശേഷം അതിന് അർത്ഥത്തോടുകൂടിയും അത് വിശീകരണമായ ഹദീസും പറഞ്ഞുകൊണ്ടും ക്ലാസ്സുകൾ നാം നടത്തപ്പെട്ടിരിക്കുന്നുണ്ട്. അത്
പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ കുറച്ചെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ആയുസമാവുമ്പോൾ കഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടി പതിവായി ചെയ്യുന്നത് കുറച്ചെങ്കിലും ചെയ്യുക. അങ്ങനെയാണ് വിശ്വാസം പറഞ്ഞത്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല അദ്വമുഹാ അല്ല. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ചായാലും ശരി. അപ്പം അതെന്ത് ചെയ്യണം? സൗകര്യം കിട്ടുമ്പോൾ കൂടുതൽ ചെയ്യുക, സൗകര്യം ഇല്ലാത്തപ്പോൾ കുറച്ച് ചെയ്യുക. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഏതെങ്കിലും പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആര്? സത്യവിശ്വാസികളായ നമ്മളൊക്കെ തന്നെ. അതിന് പ്രത്യേകത ഉണ്ട്. പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധ ഖുർആൻ പഠിക്കുക, അർത്ഥത്തോടു കൂടി പഠിക്കുക. അപ്പോഴാണ് പൂർണ്ണമായ പഠനം പൂർത്തിയാകുക. അതിൻ്റെ തഫ്സീറായ നബിയുടെ ഹദീസുകൾ പറയുക, പരസ്പരം ചർച്ച ചെയ്യുക, സംശയങ്ങൾ തീർത്തുകൊണ്ടുള്ള പഠിക്കുകയാണെങ്കിൽ മലക്കുകൾ എന്ത് ചെയ്യുന്നു? കാര്യത്തിലെ മലക്കുകൾ നമ്മൾ പൊതിയും. അല്ലാഹു ഖുല്ലു റഹ്മ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിധേയരാക്കും. മാത്രമല്ല, മാളങ്ങൾ എറുമ്പുകൾ കണക്കെ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ കണക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് രേഖപ്പെടുത്തും. മലക്കൾ നമുക്ക് പാപം പുറത്തു വരാനും കാരുണ്യത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ മലക്കൾ നമ്മൾ പൊതിയപ്പെടും. നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബീങ്ങളെ മലക്കുകളോട് അള്ളാഹു തആല നമ്മളെ സംബന്ധിച്ച് പറയപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അത്യാവശ്യമായിട്ടുള്ളത്. അള്ളാഹുവിന് പ്രീതി ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അതാണ് നാം എത്ര തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? അവൻ്റെ പ്രീതി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ തെറ്റുകുറ്റങ്ങൾ ഖേദിച്ച് മടങ്ങാം. എങ്കിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഖുർആൻ ഉറപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിനോടായിരിക്കണം പാപമോചനം തേടേണ്ടത്, ഖേദിച്ച് മടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നും പാപമോചനം തേടിക്കൂടാ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സംസ്ഥ പണ്ഡിത പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ പാപമോചനം തേടുവാനായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശിർക്കാണ്. വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യമായതുകൊണ്ട് വിദ്യാർത്ഥിയുമാണ് വിഷയത്തിൽ ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താവുന്നു? വൈബിയ നിലക്ക് മറിഞ്ഞ നിലക്കുള്ള എല്ലാ സഹായപ്രവർത്തനവും പാപവും തേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിനോടായിരിക്കണം. അത് എന്താ? ഇബാദത്താണ്, ആരാധനയാകുന്നു. ദുആഉൽ ഇബാദ, അതാണ് തെളിവ്. ദുആ ആരാധനയാണ്. ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരമുള്ള സഹായപ്രവർത്തനം ദുആ എന്ന് പറയില്ല. വൈബിയ നിലക്ക് മറിഞ്ഞ നിലക്ക് അദൃശ്യമായുള്ള സഹായപ്രവർത്തന. ആരോടാണ് ചോദിക്കുന്നത്? ആ ആളെ കാണൂല. അള്ളാഹുവിനെ ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മൾ കാണുന്നില്ല എന്ന പോലെ മലക്കുകളോടോ ജിന്നുകളോടോ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ തന്നെ ആവട്ടെ, നമ്മളെ സദസ്സില്ലാത്തവരോടോ, ഉമ്മ ആവട്ടെ ബാപ്പ ആവട്ടെ, സദസ്സില്ലാത്ത ആളുകളോ ശബ്ദം കേൾക്കുന്നിടത്തും ഇല്ല ആളൊന്ന് അവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് വിളിച്ച് സഹായം തേടാനും പാടില്ല. അക്കാര്യം എന്ത് ചെയ്യും? ഓർക്കേണ്ടതുണ്ട്. വൈബിയ നിലക്ക് മറഞ്ഞ നിലക്ക് മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അങ്ങനെ ഉത്തരം ചെയ്യും, അവർ കേൾക്കും. അള്ളാഹുയെ അങ്ങനെ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജാഹിലിയ്യ സമ്പ്രദായമാണ്. അങ്ങനെ വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. അതിനെ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാൽ സെറ്റുകൾ പരസ്പരം നമ്മൾ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാലോ, ജീവിതകാലത്ത് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പാക്കറ്റുകളുണ്ടായാൽ അവരോട് കുറച്ച് അൽഗിയായി പോയി, അല്ലെങ്കിൽ അടിപിടി ഉണ്ടായി, മർദ്ദിച്ച് പോയി എന്നൊക്കെ ഖേദം വരികയാണെങ്കിൽ അവരോട് നേരിട്ട് ചെന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്തു പോയി, തെറ്റുണ്ട്, എന്ത് തരണം, പൊരുത്തപ്പെടുത്തി തരണം, എനിക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്നിങ്ങനെയൊക്കെ പറയാനുണ്ടാവുന്നു. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയിലുള്ള കാര്യമാണ്. എന്നാൽ ആ മരിച്ചതിന് ശേഷം പോയിട്ട്
ഇത് പൂർത്തിയാക്കണം എന്ന് പറയാൻ പാടുള്ളതുമല്ല. അത് അല്ലാഹു തആല വിരോധിച്ച കാര്യമാണ്, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ കാര്യം കൂടിയാണ്. അത് ഓർക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടുവാൻ പാടുള്ളതല്ല. അമ്മയകപ്പെടുന്നു ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാ പാപം ഓർക്കുക എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇല്ല, പൊറുക്കുന്നതിനില്ല. ഇന്നലാഹുദും ഇല്ലാന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിശ്ചയം കാര്യം നീയല്ല പാപം ഓർക്കുകയില്ല. അതുകൊണ്ട് ഈ മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബേദുകളൊക്കെ തന്നെ അള്ളാഹുവിനോടുള്ള പാപമോചനം തേട്ടങ്ങൾ, അതേപോലെ തന്നെ സങ്കടം പറയലുകൾ, അതേപോലെ തന്നെ രക്ഷാഭ്യർത്ഥനകൾ ഉള്ളത് കൊണ്ട് അതൊക്കെ എന്താവുന്നു, അതൊക്കെ നമുക്ക് അനുവദനീയമല്ല. വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യമായതുകൊണ്ട് ഒന്നാമതായിട്ട് ഉണ്ടാവുന്നു അത് വിദ്യാർത്ഥാണ്, കൊലാലത്താണ്, വഴിച്ച മാർഗമാണ്, അനാചാരമാണ്. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ എന്ത് ചെയ്യുന്നു, ശിവയിൽ എത്തിപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളണം. ആരെ പറഞ്ഞു? വിശ്വാസം പറഞ്ഞത് മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ. എല്ലാവരും വല്ല പ്രവൃത്തി വർദ്ധിച്ചു, അതിന് പേര് എൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ, പ്രവർത്തിച്ച കാര്യത്തിൽ അതിൻ്റെ മേലെ എൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ തള്ളിക്കളയണം. വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. കാരണം അത്ര ക്ഷയൻ അള്ളാഹുലേക്ക് കൽപ്പിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല. തന്നെയുമല്ല നബി പറയുകയുണ്ടായി, സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും, അതിലൊന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്. അതായതാണ് ചോദിച്ചപ്പോൾ മാ അന അലി സഹാബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം അതായിരിക്കും നാം സ്വീകരിക്കേണ്ടത്. ആ മാർഗത്തിലുണ്ടോ? ആ മാർഗത്തിലില്ല. മരിച്ചവരോട് സഹായം ചോദിക്കാനില്ല, വഫാത്തായ പ്രവാചകനോട് സഹായം ചോദിക്കാനില്ല, പാപം തേടാനില്ല, ശുപാർശ ചോദിക്കാനില്ല, സങ്കടം പറയാനൊന്നും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ച ഒരു സാഹിബിമാരിലും എന്തില്ല, അതില്ല. കുല്ലു ഇബാദത്തുൻ ലാ യതഅബ്ബദുഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബിമാർ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തും ഒരു കർമ്മവും പിന്നീട് അനുഷ്ഠിക്കേണ്ടതില്ല. ഇപ്പോൾ സഹാബി വർദ്ധിച്ചു എന്ന് കരുതട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയല്ല. ഇനി കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, ദുനിയാവിലെ കാര്യങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്. പുണ്യകരമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തു തന്ന കാര്യങ്ങളാണല്ലോ സുന്നത്ത് പൂർവ്വമായ എല്ലാ കാര്യങ്ങളും. ഒരു സഹാബി വർദ്ധിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ല അംഗീകാരമില്ല എങ്കിൽ നാം എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കേണ്ടതില്ല. അദ്ദേഹം മഹാനല്ലേ, സാഹിബിയല്ലേ എന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരമാണ്. മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം അതാണ് നാം സ്വീകരിക്കേണ്ടത്. അല്ലാത്ത കാര്യങ്ങൾ എന്താവുന്നു? ഒഷറൽ മൂർ, അത് കാരണം ഷറായത് മസാദ പുതുതായി നമ്മൾ ഉണ്ടാക്കുക, അതെന്താവുന്നു? അത് ഒഷറൽ മൂർ എന്നാണ് പറഞ്ഞത്. ഹദീസ് ഞങ്ങളെ പ്രാരംഭത്തിൽ കേൾപ്പിച്ചല്ലോ. ഒഷറൽ ഉമൂർ, മതകാര്യം ഷറായത്, മോശമായത്, മഹദാദു പുതുതായി നിർമ്മിച്ചിട്ടാക്കുന്നതാണ്. എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താവുന്നു? ബിദ്അത്താവുന്നു. ഒക്കെല്ല ബിദ്അത്തും വലാല, എല്ലാ ബിദ്അത്തുകളും വലാലത്താണ്, വഴിച്ച മാർഗമാകുന്നു. മനസ്സിലാണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനും പഠിപ്പിച്ചു കൊടുത്തത്, നബി സാഹിബ് പ്രത്യേകിച്ച് മാർഗത്തിൽ പെട്ട കാര്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ ദീനി കാര്യങ്ങൾ സംബന്ധിച്ചാണ് പറയേണ്ടത്. അതൊക്കെ എന്താവുന്നു? അതിൽപ്പെട്ട കാര്യങ്ങൾ സുന്നത്ത്, നബിചര്യ, ഫർളുണ്ടാവും, ഫർളല്ലാത്തത് ഉണ്ടാവും, പുണ്യകരമായ കാര്യങ്ങളുണ്ടാവും. ഒക്കെ നബിചര്യ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ഫർളും സുന്നത്തൊക്കെ പെട്ടു. അതുണ്ടാവുന്നു, നമുക്ക് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ സ്വർഗത്തിൽ കടക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ വക ചെയ്യുക. മൗലൂദ്, റാത്തീബ്, ജന്മദിനാഘോഷങ്ങൾ കൊണ്ടാടുക, ഇത്തരം കാര്യങ്ങൾക്കാവുമ്പോൾ എന്താവും? അതാണ് ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ല. അതുകൊണ്ട് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ
നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതാണ് വശറൽ ഉമൂർ മുഹ്ദാത്തുഹാ വകുല്ല മുഹ്ദത്തിൻ ബിദ്അ. പല രൂപത്തിലുള്ള ഹദീസുകൾ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത രൂപത്തിലൂടെ നമുക്ക് വ്യത്യസ്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പിന്നെ ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ്, വർത്തമാനം വെച്ചിട്ട് ഉത്തമമായ വർത്തമാനം അള്ളാഹുവിൻ്റെ കിതാബുള്ള വർത്തമാനം കിതാബാണ്, അത് പരിശുദ്ധ ഖുർആനാകുന്നു. ഖൈറുൽ ഹദിയു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരീകൾ വെച്ചിട്ട് ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? വശറൽ ഉമൂർ, മതകാര്യങ്ങൾ വെച്ചിട്ട് മോശമായ ഷർറായത് മുഹ്ദാത്തുഹാ, അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാവുന്നു. കുല്ല മുഹ്ദത്തിൻ ബിദ്അ എന്നുണ്ട്, കുല്ല ബിദ്അത്തുൻ വലാല എന്നുമുണ്ട്. എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളും ബിദ്അത്താകുന്നു, എല്ലാ ബിദ്അത്തുകളും വലാലത്തുമാണ്. മറ്റൊരു ഹദീസിൽ എന്ത് കുല്ല വലാലത്തിൻ ഫിന്നാർ ഇന്നും കൂടിയുണ്ട്, ചേർത്തി പറഞ്ഞിട്ട്. എല്ലാ വലാലത്തുകളും വഴിച്ച മാർഗങ്ങളും നരകത്തിലാവുന്നു, നരകത്തിലുള്ള മാർഗമാവുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ശിർക്കാണോ ബിദ്അത്താണോ എന്നൊക്കെ പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ശിർക്കാണോ അല്ലേ നമുക്കറിയില്ല എങ്കിൽ ബിദ്അത്താണോ എന്ന് നോക്കുക ആദ്യമായിട്ട്. അതാണ് അവിടെ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഷർറൽ ഉമൂർ, അപ്പോൾ മതകാര്യങ്ങൾ വെച്ച് ഷർറായ കാര്യങ്ങളെ ഷിർക്കാണോ ബിദ്അത്താണോ നമുക്കറിയില്ല എന്ന് കരുതുക. അപ്പോൾ നമ്മളെന്ത് വേണം? ഒരു പുതിയ കാര്യങ്ങൾ, ആക്ഷേപാർഹമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ശരിയല്ല, ഇതിൻ്റെ സവൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പരിശോധന അവിടെ നിർത്തിവെക്കുക. ഇതുവരെ അത് തെളിവ് കിട്ടുന്ന വരെ. അതാണ് നമ്മൾ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആണ്ട് കേട്ട് പ്രതികരിച്ചുകൂടാ. സാധാരണ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട്, വ്യത്യസ്ത മത സംഘടനകൾ ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്കറിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിർത്തിവെക്കുക. ഫർളായ അമലുകൾ അല്ലല്ലോ, ആ ഫർളായ അമൽ കാര്യത്തിൽ ഇവിടെ എന്തല്ല തർക്കമില്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ ഫർളായ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളിലോ ഇമാം കാര്യങ്ങളിലോ യാതൊരു തർക്കം ഇവിടെ നടക്കുന്നില്ല. എന്നാൽ അതിന് പുറമേ ചെയ്യുന്ന കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക, അവിടെയാണ് നമുക്ക് നിങ്ങളെ സംശയത്തിന് വകുപ്പുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ അത് നിർത്തിവെച്ചിട്ട് അത് വ്യക്തമായി മനസ്സാകുന്ന വരെ നമ്മൾ അത് ചെയ്തുകൂടാ. കാരണം സംശയാസ്പദമായി നമ്മൾ ചെയ്താൽ അത് നമ്മൾ ഹറാമിലേക്ക് എത്തിപ്പെട്ടാം. സുന്നത്താണ്, ഹൈറാണ്, കുന്തിയാണെങ്കിൽ അത് കൂലി കിട്ടൂല എന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് കുറ്റകരമായ കാര്യമാണെങ്കിലോ, അത് ബിദഅത്താണെങ്കിലോ, ശിർക്ക് എത്തിപ്പെടുന്ന കാര്യമാണെങ്കിലോ നമ്മൾ അതോടുകൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വർഗ്ഗം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മുസ്ലിമീങ്ങളാണ്. മരണാനന്തര ജീവിതം പരലോക ജീവിതം നമ്മൾ ഉയർത്തിയിൽ വിശ്വസിക്കുന്നവരാണ്. വിചാരണ ദിവസം ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് അല്ലാഹു വിചാരണ ഉണ്ട്. അല്ലാഹു വിചാരണ ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. കാരണം യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്. വായിച്ചു പഠിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ. വായിച്ചു പഠിക്കുക. ഖുർആൻ അതിനാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അറബികൾക്ക് എന്ത് ചെയ്യണ്ട? അതിനർത്ഥം ഇപ്പോൾ വായിച്ചു പഠിക്കേണ്ടില്ല. കാരണം മക്കക്കാരായ അറബികൾക്ക് അവരുടെ ഭാഷയിലാണ് ഖുർആനും അവരുടെ ഭാഷക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറും പഠിപ്പിച്ചു കൊടുത്തത്. അവർക്ക് സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ അത് അപ്പോഴേക്കപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അത് പഠിക്കുകയും ചെയ്യും. അത് ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഖുർആൻ വായിച്ചാൽ നമുക്ക് അർത്ഥം അറിയില്ല. അത് ഉത്ബോധമാണ്, ഉപദേശമാണ്. നമ്മൾ ചുണ്ടുകൊണ്ട് വായിച്ച് ആവുകൊണ്ട് ചുണ്ടും കൂട്ടി വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തല്ല, ഭാര്യമായി വായിച്ചാൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. കാരണം ഉപദേശമല്ല, ജീവിച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ്. മരിച്ചു കൊടുത്തിരുന്നു അതാണ് ഉള്ളതല്ല.
അപ്പോൾ എന്തായിരിക്കണം, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉപദേശമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യം ചെയ്തുകൂടാ. സത്യാസത്യ വിവേചന ഗ്രന്ഥം നമ്മുടെ നിയമ ആണത്. നമസ്കരിക്കുക, നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാം കാര്യങ്ങൾ, പുണ്യകർമ്മ കാര്യങ്ങളൊക്കെ കൽപ്പനകളിലൂടെ അതിൽ പറഞ്ഞിട്ട്. എന്നാൽ എങ്ങനെ നമസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പ് വെക്കേണ്ടത്, ഇതൊന്നും എന്തില്ല, അതിന് വിശദീകരണ രൂപം ആ ഖുർആനിൽ ഇല്ല. അങ്ങനെയാണോ? അതിനാണ് അത്തിയുല്ലാഹ് അത്തി റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. അമ്മാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുപ്രകാരം അനുസരിപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ പ്രവാചകനായിട്ടില്ല. മാതൃകയായിട്ട് എങ്ങനെയാണോ അത് കർമ്മം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇമാമായിട്ട് മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ കാലത്ത് അയച്ചിട്ടുള്ളത്. നമ്മുടെ നബിയും അങ്ങനെ തന്നെ അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ കാര്യം മതകർമ്മമൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്യുന്നു, സാഹിബന്മാർ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നബി ജീവിച്ച മാർഗം അതാണ് സ്വീകരിക്കേണ്ടത്. അതിൽ പെടാത്ത കാര്യങ്ങളൊക്കെ എന്താവുന്നു, ഷർറുൽ ഉമൂർ, മതകാര്യങ്ങൾ വെച്ച് ഷർറാണ്. അതാണ് ഊന്നലോടുകൂടി ഞാൻ മനസ്സിലാക്കേണ്ടത്. അതെന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. അതെന്താ അതെന്താ ബിദഅത്താണ്, വലാലത്താണ്. ബിദഅത്ത് വലാലത്തുകൾ ശിർക്കല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഷിർക്ക് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും ബിദഅത്തിൽ വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഷിർക്കായ കാര്യങ്ങളും ബിദഅത്തിലുണ്ട്, ഷിർക്കല്ലാത്ത കാര്യങ്ങളും ബിദഅത്തിലുണ്ട്. ഇപ്പം നമസ്കരിച്ചിരുന്നതിന് ശേഷം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. സമസ്ത പള്ളിയിൽ പോയാൽ കാണാം, അള്ളാഹുവേ ഞങ്ങൾ പാപങ്ങൾ കൊടുത്തു തരണമേ എന്ന് പറയുമ്പോൾ ആണികളെല്ലാം കൂടി ഒപ്പം നമസ്കരിച്ചിരുന്ന മോമിയങ്ങൾ ആമീൻ ആമീൻ പറയുന്ന സമ്പ്രദായം ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. സ്വർഗത്തെ പറ്റി ചോദിക്കുന്നു, നരകത്തെ പറ്റി അകന്ന് കിട്ടുവാൻ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് കരുതുക. മരിച്ചവരോടുള്ള സഹായപ്പെടുത്തുന്നു അതിലില്ല എന്ന് കരുതുക. എങ്കിലും എന്താവുന്നു, അത് ബിദ്അത്താണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഹിജ്റയ്ക്ക് ശേഷം 13ഓളം വർഷം അവിടെ ജീവിച്ചു. ഒരൊറ്റ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. സഹാബിവര്യന്മാർ ആമീൻ പറയുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. നബി നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. അങ്ങനെ സ്ത്രീകളുണ്ടാവും പള്ളിയിൽ, പിന്നിൽ നിസ്കരിക്കുന്ന മറയൊന്നുണ്ടായില്ല. കുറച്ചു നേരം അവിടെ ഇരിക്കും എന്ന സാഹിബ് റിപ്പോർട്ട് ചെയ്തു. എന്തിനു വേണ്ടി, സ്ത്രീകളാണ് നിസ്കരിച്ച് കഴിഞ്ഞ് സലാം പിടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പോയിക്കൊള്ളണം. ആ സ്ത്രീ പുരുഷന്മാരെ പരസ്പരം കണ്ടുമുട്ടാതിരിക്കാൻ ആയിരിക്കാം എന്ന സാഹിബ് പറയും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെ എഴുന്നേറ്റ് നേരെ മറ്റൊരിടത്ത് പോയി ദിക്ർ ദുആകൾ ചൊല്ലുക, ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. നമ്മൾ അങ്ങനെ തന്നെ നമ്മളും ചെയ്യണം. അതാണ് എന്ത്, നബിചര്യ. അല്ലാതെ അവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും സമസ്ത പള്ളിയിലേക്ക് പോയ കാലം മരിച്ചവരോടും റസൂലുള്ളാഹിനോടൊക്കെ എന്തുണ്ടാവും, പാപതേട്ടങ്ങളിൽ ഉണ്ടാവും. ഇനി ഇല്ല അല്ലാരോട് തന്നെയാണെങ്കിൽ കൂടി അവിടെ ഇത് ആമീൻ പറയുന്ന സമ്പ്രദായം ആർക്കും സമ്പ്രദായം ബിദ്അത്താണ്, വലാത്താണ്. ഈ ബിദ്അത്ത് വലാത്ത് ചെയ്താൽ എന്താ പ്രശ്നം, അതിലൂടെ ശരിക്കും എത്തിപ്പെടും. അതുകൂടാതെ ഇത്തരം ബിദ്അത്ത് വലാത്തുകൾ കൂടി ആണ് എന്ത് ചെയ്യുന്നത്, അനാചാരങ്ങൾ കയറി വരുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ കയറി വരിക ദീനിൽ. അതാണ് ഷർറുൽ ഉമൂർ പ്രസംഗത്തിൻ്റെ ഖുതുബയുടെ മുമ്പിൽ ഷർറുൽ ഉമൂർ മുഹ്ദാതുഹാ, അതൊക്കെ ഷർറായ കാര്യം ഇതുവരെ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. കുല്ല മുഹം ബിദഅ, എല്ലാ നിർമ്മിച്ച കാര്യം ബിദഅത്താവുന്നു. കുല്ല ബിദഅൻ വലാല, എല്ലാ ബിദഅത്തും വലാലത്തും വൈസ് മാർഗമാവുന്നു എന്ന് ആവർത്തിച്ച് ഓരോ ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമുഖ പ്രസംഗത്തിലുണ്ടായിരിക്കും. പ്രസംഗത്തിൽ ജുമാ ഖുതുബ ആകട്ടെ അല്ലാത്ത കാര്യങ്ങളാകട്ടെ പ്രസംഗിക്കാനാണ് കയറിക്കഴിഞ്ഞാൽ, മെമ്പർ കയറിക്കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയാണ്. നമ്മളും കണ്ടില്ലേ, നമ്മളെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ അതേപോലെ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ ജുമാ ഖുതുബകളിലൊക്കെ തന്നെ ഉണ്ടാവും, അക്കാര്യമുണ്ടാവും. അത് പറഞ്ഞിട്ടായിരിക്കും വിഷയത്തിലേക്ക് വരിക. തഖ്വൽ വസിയത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുമില്ല, ഖുതുബകളിൽ ഒഴിവാക്കാത്ത കാര്യങ്ങൾ
ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആയത്തോതുക. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഖുത്ബ തുടങ്ങാറുള്ളത്. മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കുക അവരുടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ ഖുത്ബയുടെ അവസാനം അല്ല, ഖുത്ബയിലായിക്കൊണ്ട് തന്നെ പലപ്പോഴായി പ്രാർത്ഥനകളുണ്ടാവും. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നബിയോടല്ല കേട്ടോ, മനുഷ്യരോടല്ല, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആമീൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. അത് ഉറക്കം ചെല്ലൊന്നുമില്ല, പതുക്കെ ചെല്ലിയാൽ മതി, നമ്മൾ മനസ്സിനോട് ചെല്ലിയാൽ മതി. അല്ലാത്തവൻ ബഹീലാണ് എന്നാണ് പറഞ്ഞത്. തന്നെയല്ല, അവനെന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവൻ്റെ കാര്യം അപകടകരമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? സാഹിബിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? അക്കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുകൾ കേൾക്കുന്നത് അപ്പോൾ തന്നെ അല്ലാഹു സ്വല്ലി വസല്ലം നബിയ്യിനാ മുഹമ്മദ് അല്ലാഹു സ്വല്ലി അലൈഹി സയ്യിദിനാ മുഹമ്മദ് എന്ത് ചെയ്യരുത്? അത് കൂട്ടി പറയാൻ പാടില്ല. അവിടെ സയ്യിദിനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ല. ഇതെല്ലാ സ്വലാത്തുകളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സ്വലാത്തുകളൊക്കെ തന്നെ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്നല്ലാതെ അതിനൊരു സയ്യിദിനെ ചേർത്തിയിട്ട് പറഞ്ഞിട്ടില്ല. അത് ബിദഅത്തായി വരും, കൊലാലത്തായി വരും. ബാങ്ക് കൊടുക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഒന്നും ഇതിൻ്റെ മുമ്പ് സയ്യിദനല്ല. പലപ്പോഴായി സമസ്ത പള്ളിയിൽ നമുക്ക് കേൾക്കാവുന്ന കാര്യമാണ്. അത് സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തില്ല? സ്വലാത്തുമില്ല. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല സ്വലാത്തുകളുണ്ടല്ലോ, അത്തഹിയാത്തുള്ള സ്വലാത്തുകൾ. അതിലുമുണ്ട് സയ്യിദിനെ ചിലർ കൂട്ടിച്ചെല്ലും, സമസ്തക്കാരായ ആളുകൾ. അതും നമ്മൾ സയ്യിദിനെ ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേതാവ് തന്നെയാണ്. അത് നമുക്ക് പറയാം. നമ്മൾ സയ്യിദാണ്, നേതാവാണ് നമുക്ക് പറയാം. പറഞ്ഞു വന്നത് അപ്പോൾ ബിദഅത്തുകളിൽ വിട്ടു നിൽക്കുക, അനാചാരങ്ങളിൽ വിട്ടു നിൽക്കുക. ഷർ ഉമൂറാണ്, നമ്മുടെ കാര്യം ഷർറാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല എന്ത് ചെയ്യില്ല? നമ്മൾ അമലുകളൊന്നും സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാഹിബുൽ ബിദഅത്തി സർഫുൽ അദ്ല ധാരാളം ഹദീസുകളുണ്ട്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദഅത്ത് ചെയ്യുന്നതിൻ്റെ ഫർളും സുന്നത്തുമായ അമലുകളും അല്ലാഹു സ്വീകരിക്കില്ല. ശിർക്കിയതല്ലോ, ശിർക്കോടുകൂടി അനുമാനപ്പെട്ടാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹുവിനോട് പങ്കെടുക്കപ്പെടുന്ന അള്ളാഹുവിൽ കൊടുക്കപ്പെടില്ല. ശിർക്കോടുകൂടി ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ പാപങ്ങളൊന്നും അള്ളാഹു പുറത്തു കൊടുക്കൂല. കാലാകാലം നരകത്തിലായിരിക്കും, സുഖത്തിൽ ശിക്ഷിക്കുന്ന ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞ കാര്യമാണ്. അപ്പം ശിർക്കും ബിദഅത്തുകളും നമ്മൾ വരാതെ സൂക്ഷിക്കണം. ഇപ്പം നബി സ്വയം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാൽ എന്തായി? അതാണ് ബിദഅത്ത്, അനാചാരം, ളലാലത്ത് മനസ്സിലാക്കുക. പിന്നീട് എന്ത്? അതിൽ ശിർക്കുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പം മൊത്തത്തിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശർഉൽ ഉമൂർ മുഹ്ദസാതുഹാ. അതാണ് നമ്മുടെ വിഷയം. പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ എന്താകുന്നു? അത് മോശമാണ്. ശർഉൽ ഉമൂർ അതാണ് ഏറ്റവും മോശപ്പെട്ടത്. പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാണ്. ശേഷം അതാണ് ബിദഅത്ത്. ഇതൊക്കെ സ്വയം പഠിപ്പിച്ചു തന്നെ. ആ ബിദഅത്തുകളിൽ നിന്ന് അനാചാരങ്ങൾ വിട്ടുക. അനാചാരങ്ങളുടെ ശരിക്കും എത്തിപ്പെടുക. പിശാച് നമ്മൾ കൊണ്ട് ചെയ്യുന്നു, അനാചാരം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ആ ദുർബന്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ മനസ്സിനുള്ളിൽ. യഥാർത്ഥ മാർഗ്ഗം നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലതാണ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ കൊണ്ട് ബിദഅത്തുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല മനുഷ്യന്മാർ, മുസ്ലിങ്ങളായ മനുഷ്യന്മാരോട് കള്ളു കുടിച്ചോ തോന്നിയാസം പോയിക്കോ എന്ന് പറഞ്ഞാൽ അവരനുസരിക്കണം എന്നില്ല. എന്നാൽ ആ ദുർബന്ധത്തിൽ വിട്ടു നിൽക്കും. നേരെ മറിച്ച് അത് വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അത് ഹറാമാണ്. എന്നാൽ നല്ല നല്ല കാര്യങ്ങൾ, മൗലൂദ്, ജന്മദിനം കൊണ്ടാടൽ, അത് നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങളാണ്. അനാചാരങ്ങൾ, മൗലൂദ്, റാത്തീബ്, വഹ്ദാത്ത്, കുത്തിവെത്തുകൾ, ഇതൊക്കെ സംസ്കരിച്ച് നീദേശം ദ്വാരിക്കുക. ഇന്നിപ്പോൾ ഇതാ തിരക്കിൽ നല്ല നല്ല കാര്യമില്ല. അതാണ് ചോദിക്കേണ്ടത്. എല്ലാ അനാചാരപ്പത് ചിന്തിച്ചു പോകും. അങ്ങനെ ദുർബന്ധം നടത്തിക്കൊണ്ടിരിക്കും ഷാജി നമ്മളെ മനസ്സിലുകൊണ്ടിരിക്കും. അത് നമ്മൾ വഴിതെറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ആദ്യ പിതാവിനെ വഴിതെറ്റിച്ചു, ആദ്യം മാതാവിനെ വഴിതെറ്റിച്ചു. ഒക്കെ പലരും നമ്മൾക്ക് തൽക്കാലം മറപ്പിച്ച് കളയും നമ്മളെ മനസ്സിന് പല കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിശാചിൻ്റെ ഉപദ്രവം. നല്ലതാണ് ചെയ്തത് വിദേഹത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ശിർക്കിൽ എത്തിപ്പിടിക്കും. ശിർക്കോട് മരണപ്പെട്ടാലോ അമലൊന്നും സ്വീകരിക്കില്ല, സ്വർഗത്തിൽ കടക്കില്ല. മാത്രമല്ല, ഒരാൾ ശിർക്കോട് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മയ്യസ്കരിക്കാൻ പാടില്ല, പാപമയം തേടാൻ പാടില്ല. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ലഭിക്കും പാടില്ല, സത്യവിശ്വാസം പാടില്ല. ഖുർആൻ എടുത്തുദ്ധരിച്ചതാണ്. സൂറത്ത് തൗബയിൽ ആയത്തിൽ നമുക്ക് കാണാം. നമ്മളെ സ്വന്തക്കാരാവട്ടെ ബന്ധക്കാരാവട്ടെ
മുശ്രിക്കീങ്ങളായി മരിച്ചു പോവുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ആരാണ് മുസ്ലിമാണ്, ആരാണ് മുശ്രിക്കെന്നൊക്കെ വഹി മുഖേന അള്ളാഹു അറിയിച്ചു, മുനാഫിഖാരാന്നൊക്കെ അറിയിച്ചു കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല അറിയില്ല. അതുകൊണ്ട് നമ്മളെന്ത് മനസ്സിലാക്കണം, നമസ്കരിക്കുന്ന ആളുകൾ ബാഹ്യമായിട്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ട് നമസ്കാരമാകട്ടെ അല്ലാതാവട്ടെ അവർ ശിർക്ക് ചെയ്യുന്നവരല്ലേ ബിദ്അത്ത് ചെയ്യുന്നവരല്ലേ എന്നും നമ്മൾ എന്ത് ചെയ്യരുത് കരുതിക്കൂടാ. സ്വന്തക്കാർ, ബന്ധുക്കാർ, ആളുകൾ നമസ്കരിക്കുന്നവർ, അതാണ് മാബൈൻ അബ്ദുൽ കുബരി തറുസലാം നിംസ്വയം പഠിച്ചത് അതാണ്. ബാഹ്യമായിട്ട് മനസ്സിലാക്കി നമസ്കരിക്കുന്ന ആളാണോ ആ മുസ്ലിം, നമസ്കരിക്കാത്ത ആളാണോ എന്തല്ല അത് മുസ്ലിം അല്ല. അത് ഞാൻ പേര് അബ്ദുറഹ്മാൻ ആവട്ടെ മുഹമ്മദ് ആവട്ടെ അതെല്ലാം നമ്മൾ നോക്കേണ്ടത്. നല്ല കോടീശ്വരന്മാരായ ആളുകളൊക്കെ ഉണ്ട്, നല്ല ദാനധർമ്മമൊക്കെ ചെയ്യുന്ന ആളാണ്, കൃത്യമായി നമസ്കരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, പാപമോഹം തേടേണ്ട, മജിസ്കരിക്കേണ്ട. മജിസ്കാരം പാപമോഹം തേട്ടമാണല്ലോ. അതുകൊണ്ട് സ്വന്തക്കാരായ ആളുകൾക്ക് പോലും പാപമോഹം തേടാൻ പാടില്ല. ഖുർആനിൽ കൂടി പറഞ്ഞ കാര്യമാണ്. അപ്പം അത്രയും ഗൗരവമായ കാര്യമാണ് ഇത് ശിർക്ക്. ബിദ്അത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആമലൊന്നും അത് സ്വീകരിക്കില്ല ഇതുവരെ, ആ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നവരെ. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അതെന്തൊക്കെയുണ്ടോ അതിൽ നമ്മൾ തന്നെ വിട്ടു നിൽക്കണം. ഇതാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണക്കാരായ ആളുകളാണ്. നമ്മളെ ഉപദേശങ്ങൾ എന്ത് ചെയ്യുന്നു, സാധാരണക്കാരായ ആളുകൾക്ക് അത് യേശും എപ്പോഴും അവരേറ്റൊക്കെ സാധാരണക്കാരായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ട് യാത്രയിലാവട്ടെ, കല്യാണങ്ങൾ വെച്ചാവട്ടെ, മനുഷ്യരെടുത്ത് വെച്ചാവട്ടെ, അതേ തന്നെ എവിടെ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോലെ ആളുകളുണ്ടാവും, സ്നേഹിതന്മാർ, സ്വന്തക്കാർ, ബന്ധക്കാർ, കുടുംബക്കാർ. ഓരോ വിരുന്ന് പോകുമ്പോഴാട്ടെ, സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോഴാട്ടെ, ശിർക്കും ബിദ്അത്തുമായ കാര്യം നമ്മൾ ശരീരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹറാമായ ഒരു കാര്യം നമ്മൾ ശരീരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവിടുന്ന് വെച്ച ആ മുങ്കറ വലിയ വീതി നിങ്ങൾ മുങ്കറത്തായ ഒരു കാര്യം ചെയ്യുന്നതിനെ കണ്ട് കൈകൊണ്ട് തടയണമെന്ന് അറിഞ്ഞു. സ്വാധീനങ്ങളോടുത്തുനിന്ന് പിന്നെ നമ്മളെ സ്വന്തക്കാർ, മക്കൾ, കുട്ടികളൊക്കെ പേരമക്കൾ ചെയ്യുമ്പോൾ നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റും. അല്ലാത്തവരോട് നമുക്ക് എന്തെങ്കിലും വലുത്ത സ്ഥിതിയായി എനിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ നാവ് കൊണ്ട് പറയാം. എനിക്ക് സാധിക്കും, മനസ്സുകൊണ്ട് ഒരിക്കലും വേണം. അതാണ് ഈമാൻ്റെ ഏറ്റവും അയീഫായത്, ഏറ്റവും ബലഹീനമായ ഈമാൻ എന്നാണ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഓർക്കുക. അപ്പോൾ ബിദ്അത്തുകൾ എന്ത് ചെയ്യുക, നമ്മളിൽ നിന്ന് വിട്ട് ബിദ്അത്താണോ കാര്യം, സംശയാസ്പദമായ കാര്യം മാറ്റിവെക്കുക. അതോടുകൂടി നമ്മളെന്ത് വേണം, അത്തരം കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരോധിക്കുക. കൈകൊണ്ട് തടയാൻ പറ്റും, തടയാം. ഇല്ലെങ്കിലോ നമ്മൾ പറഞ്ഞ് ഉപദേശം നൽകിക്കൊണ്ട് ഇന്ന് ശാപത്തെ ചോദിച്ച് മാർഗത്തിൽ ഇതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം, അവർക്ക് ഉപദേശം കൊടുക്കണം. അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഒരു സൂറ ഹിജ്റാത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ ആയത്തങ്ങൾ ഓതി കേൾപ്പിച്ചത് സത്യവിശ്വാസികളെ ഒഴിച്ചിട്ടാണ് പറയുന്നത്. സത്യവിശ്വാസികൾക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത്. എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുകുറ്റങ്ങൾ പറ്റും. തെറ്റുകുറ്റം പറ്റുന്നതിന് ഉത്തമന്മാർ പശ്ചാത്തപിക്കുന്നവരാണ്, ഖേദിച്ച് മടങ്ങുക. അതാണ് ഇമാമികളൊക്കെ തന്നെ പറഞ്ഞത്, ഞങ്ങൾ പിൻപറ്റേണ്ട. ഹദീസ് സഹിയെ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് പിൻപറ്റേണ്ടത്. അപ്പോൾ നമ്മൾ വഴി വെച്ചു പോകാനുള്ള പ്രധാന കാരണം പല ഫാൻസുകളായി തിരിയാനുള്ള കാരണം എന്താ, അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പണ്ഡിത പുരുഷന്മാരെ പിൻപറ്റുന്നതുകൊണ്ടാണ് സംഘടനകളായി മാറുന്നത്. 72 പൂർവ്വ സമൂഹം, എൻ്റെ സമൂഹം 73 പിരിയുമെന്ന് നിശ്ചയം പറഞ്ഞല്ലോ. ഒന്നും മാത്രമാണ് സ്വർഗത്തിലേക്ക്. അവർക്ക് നമസ്കരിക്കുന്ന, നോമ്പൊക്കെ നല്ല നല്ല കാര്യം ചെയ്യുന്നത് തന്നെയാണ്, മുസ്ലിങ്ങളിൽ തന്നെയാണ്. എങ്കിൽ കൂടി അവരൊക്കെ എന്ത് ചെയ്യുന്നു, നരകത്തിലേക്കാണ്. ഒന്നും മാത്രമാണ് സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ കാരണം, പൂർവികനായ പോകാൻ പിൻപറ്റുക, മഹാന്മാരെ പണ്ഡിതന്മാരെ പിൻപറ്റുക. അവരൊക്കെ സ്വർഗത്തിലല്ലേ, നമ്മളെ പ്രഖ്യാപിക്കുക അവരൊക്കെ സ്വർഗത്തിലാണെന്ന്. നബിസ്വല്ലല്ലാഹു വഫാത്തിന് ശേഷം ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ നിന്ന് നമുക്ക് വഹി മുഖേന അറിയിച്ചു തരാൻ ഇവിടെ ആരില്ല. നബിസ്വല്ലല്ലാഹു ഹയാത്ത് കാലത്ത് അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന എന്നിങ്ങനെ നബിസ്വല്ലല്ലാഹു 10 സഹാബിമാരുടെ പേര് എണ്ണി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു നിർത്തുകയുണ്ടായി. അള്ളാഹു വഹി നൽകി. വഹിയുടെ അടിസ്ഥാനത്തിലാണ് നബിസ്വല്ലല്ലാഹു സംസാരിക്കുന്നത്. എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന ആളായിരിക്കും, നോമ്പ് കൊടുക്കുന്ന ആയിരിക്കും, ദാനം ചെയ്യുന്ന നല്ല ആളാണ്.
എന്ത് ചെയ്യല്ല, നമ്മളണ്ട് തീരുമാനിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാറുണ്ടാക്കി അവിടെ പോയി സങ്കടം പറയുന്ന സമ്പ്രദായം നബി സാഹിബ് നമുക്ക് പഠിപ്പിച്ചെന്നില്ല. ഇത് ബിദഅത്താണ്, ഷിർക്കിൽ എത്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ടും ഭയപ്പെടണം. അപ്പോൾ ഷിർക്ക് എന്താണ്, ബിദഅത്ത് എന്താണ്, തൗഹീദ് എന്താണ്, സുന്നത്ത് എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. മുസ്ലിം ശരീരപ്പെട്ട കാര്യങ്ങളാണ് സുന്നത്ത്, നബിചര്യ, ഫർളും സുന്നത്തുമായ കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് നബിചര്യ. അതിൽ പെടാത്ത കാര്യങ്ങൾ നല്ലതെന്നുള്ള നമ്മൾ ചെയ്താൽ അതിനായി ബിദഅത്താവുന്നു. ഷിർക്കുന്നത് ബിദഅത്ത് എന്താവുന്നു, സുന്നത്ത് ബിദഅത്ത് എന്ന് പറയുമ്പോൾ, സുന്നത്ത് വരുമ്പോൾ നമ്മൾ ഫർളിന് പുറമുള്ള കാര്യങ്ങൾ സുന്നത്ത് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നു, സുന്നത്ത് ബിദഅത്ത് എന്ന് പറയുമ്പോൾ ഫർളും സുന്നത്തുമായ എല്ലാ കാര്യങ്ങൾക്കും നബിചര്യ എന്ന അർത്ഥത്തിൽ കൂടി ഇതിൻ്റെ സുന്നത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, നബിശയിൽപ്പെട്ട കാര്യങ്ങൾ അത് എന്തൊക്കെയാണ്, ഫർളാവട്ടെ സുന്നത്താവട്ടെ, അതൊക്കെ എന്താവുന്നു നമുക്ക് അനുവദനീയമാണ്, നബിശയിൽപ്പെട്ടത്. പെടാതെ നമ്മളെന്ത് ചെയ്യണം, വഫാത്തിന് ശേഷം പുതിയ നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു രാത്രി ഹദ്ദാദ് കുത്തുവേദ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നബി പഠിപ്പിച്ചാത്ത കാര്യങ്ങൾ, സാഹിബികൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്യില്ല, അനുഷ്ഠിക്കാത്ത ഇബാദത്തുകളൊന്നും നമുക്കെന്തല്ല, അനുവദനീയമല്ല. നബി സാഹിബ് ജയിച്ച മാർഗം അതാണ് നമുക്ക് യഥാർത്ഥ മാർഗം, അതാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു വരുന്നത്. അതിൽ പെടാത്ത കാര്യങ്ങൾ എന്താവുന്നു, അതാണ് ബിദഅത്ത്, വലാലത്ത്, വയസ്സ് മാർഗം. അപ്പോൾ സാധാരണക്കാര ആളുകൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാവില്ല. അതുകൊണ്ട് പൂർവികന്മാരെ ഇമാമികൾ പിൻപറ്റി ജീവിച്ചു. അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവരങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരങ്ങനെ ചെയ്യുന്നത്, അവർക്ക് തർക്കത്തിലാണോ, ആ ചോദ്യം ശക്തിയില്ല. പണ്ഡിതന്മാരൊക്കെ വാദപ്രതിവാദം നടത്തുമ്പോൾ കുറേ ഇമാമികൾ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട്, പൂർവികന്മാർ ചെയ്ത് പോന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാപ്പ ചെയ്തു പോന്നു എന്ന് അവരൊക്കെ നരകത്തിലാണോ എന്ന് ചോദ്യം. അവർ നരകത്തിലാണോ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. അത് ഫിറാവിൻ്റെ ചോദ്യമാണ്, പൂർവികരുടെ സ്ഥിതി എന്താണ്. അപ്പം ഇന്ന് എന്ത് ചെയ്തു, മൂസാ നബി ഇസ്ലാം പറഞ്ഞ മറുപടി അള്ളാഹുക്കും അറിയാം, അള്ളാഹ്ക്ക് അറിയുള്ളൂ പൂർവികന്മാരുടെ സ്ഥിതികളൊന്നും എനിക്കറിയില്ല, അള്ളാഹു അറിയാം, അത് നമുക്ക് പറയാവൂ. എന്നല്ലാണ്ട് അവരൊക്കെ ചെയ്തു നമ്മൾ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോട് എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാനാണ് പറഞ്ഞത്. അതെല്ലാം ഷഹാത്ത് അഫിൽ ജമൽ, കടിഞ്ഞാട്ട് ഒട്ടത്തെ പോലെ നമ്മളെ കടിഞ്ഞാണത്തിന് മൂക്കയർ നബി സ്വലാസം കഴിയണ മരണം വരെ ഷഹാത്ത് വിശ്വാസം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അതായത് നമ്മൾ ചൊല്ലൂക്കുമാറായിട്ട് മുസ്ലിം ഞാനിങ്ങനെ നമസ്കരിച്ച് കാണിച്ചു തന്ന് അങ്ങനെ നമസ്കരിക്കുക. ദീനി കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്നാൽ ദുനിയാവിലെ കാര്യങ്ങൾ, പല കാര്യങ്ങൾ, യാത്ര, ഇപ്പം വിശ്വാസം കാലഘട്ടത്തിൽ ഒട്ടകത്ത് പുറത്ത് യാത്ര ചെയ്തിരുന്നു, ഇപ്പോൾ വിമാനത്തിൽ അതാ യാത്ര ചെയ്തിരുന്നു, ബസ്സുകളിൽ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ദീനി കാര്യമല്ല, ദുനിയാവിൻ്റെ കാര്യമല്ല. ഹറാമല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്. അതിൻ്റെ ഹറാമും ഹലാലും ഉണ്ട്. ഒക്കെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് ഓരോ വിഷയത്തിനും ഹറാമും ഹലാലുകളൊക്കെ തന്നെ. ആ ഹറാമായ കല്യാണങ്ങൾ നടത്തി ആഘോഷത്തോടുകൂടി പിപിടി തട്ട് മുട്ട് ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഹറാം വരുന്നുണ്ടോ ഇല്ലേ, ഏത് സന്ദർഭത്തിൽ നമ്മൾ ജീവിതം മുഴുവനും എന്ത് ചെയ്യണം, നമ്മൾ പരിശോധന ഉണ്ടാവാണ്ട്. മുടി വെട്ടുമ്പോൾ വരെ മുടി വെട്ടുമ്പോൾ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ആമ്പാപ്പാൻ്റെ മോഡൽ വല്ല സിനിമ സ്റ്റൈലിൽ ഒക്കെ മുടി വെട്ടുന്നു. അതൊന്നും ശരിയല്ല. ആര് ഏത് സമുദായം സാധിച്ചപ്പെടുത്തുവോ അതിൽപ്പെട്ടാണ്. വിശ്വാസം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ മുടി വെട്ടേണ്ടത്, എങ്ങനെ വസ്ത്രം ധരിക്കേണ്ടത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, വസ്ത്രധാരണ, നമ്മളത് മുടിവെട്ടുകളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യം വിട്ട് കളഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അത് പ്രകാരം ചെയ്യണം. താടി വളർത്തണം വേണ്ടേ, വളർത്തണം. താടി എന്ത് ചെയ്യണ്ട, വടിക്കേണ്ട സമ്പ്രദായം വിശ്വാസമേ ഇല്ല. എന്നാൽ മീശ വളർത്തണം, മീശ വളർത്തേണ്ട, വെട്ടിക്കളയണമെങ്കിൽ വടിച്ചു കളയണം. ഇതൊക്കെ വിശ്വാസം ശരിയുള്ള കാര്യങ്ങളാണ്. അതിന് വിപരീതമായി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മുശ്രിക്കീങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. ആര് ഏത് സമുദായം സാധിക്കപ്പെട്ടുവോ ആണ് അതിൽപ്പെട്ടതാണ്. എന്നെ പോലെ അമലുകളൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസം പഠിപ്പിച്ചു തരാത്ത നമ്മൾ കൂടുതലായി ചെയ്യുക. എന്നാലെന്താകുന്നു, അതും നിമിഷം കഠിനമായി വിഭജിച്ചിട്ടുണ്ട്. റഹബ് സുന്നത്തി പരിസുന്നിക്ക മഹാറസുവാസം വല്ല പറഞ്ഞു വിളിച്ചു റഹീബ് സുന്നത്തി റഹീബാൻ സുന്നത്തി എൻ്റെ സുന്നത്തിന് വിപരീതി കാണിച്ചു എങ്കിൽ അവന് വലൈസമിന്നി മഹാറസുവാസം എന്നിൽപ്പെട്ടവനല്ല.
വിശ്വസം എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ച നേരെ രൂപത്തോട് നമ്മൾ ചെയ്യുക. മൂന്ന് സഹാബിയന്മാർ നബിസ്വല്ലാസ്ലമിൻ്റെ സദസ്സിൽ വന്ന് ആയിഷ റളിയല്ലാഹു ഇല്ലാത്ത സന്ദർഭത്തിൽ അമലുകളെ പറ്റി ചോദിച്ചറിയേണ്ടായി. ആയിഷ ബീവി അമലുകളൊക്കെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് കുറച്ചായി തോന്നി. അപ്പോൾ ഒരായിൽപ്പെട്ട ഒരാൾ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യില്ല, ഇനി രാത്രി കാര്യങ്ങൾ ഉറങ്ങൂല, ഞാൻ മുഖോളം നമസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യില്ല, വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മക്കളായി പെരുമാറും നോക്കലേക്ക് വരുമ്പോൾ ഇബാദ് ചെയ്യാൻ പറ്റില്ല, രാവും പോലും ഇബാദും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ പകലന്തിയോളം എല്ലാ ദിവസവും മുമ്പ് പോക്കും എന്ന്. അങ്ങനെ ഇവരെ സംബന്ധിച്ച്, ഈ കാര്യത്തെ സംബന്ധിച്ച് അവർ പോയി. വന്നപ്പോഴേ തിരിച്ചു വന്ന സന്ദർഭത്തിൽ മൂന്നാളുകൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ച് പോയിട്ടുണ്ട് എന്ന് വിളിച്ചു. നിങ്ങളാണോ ഇങ്ങനെ പറഞ്ഞ ആൾ? അതെ, ഞങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളെക്കാൾ ഏറെ അള്ളാഹു ഭയപ്പെട്ട് സൂക്ഷിക്കും ഞാനാണ്. ഞാനെന്ത് ചെയ്യുന്നു? രാത്രി ഉറങ്ങുന്നു, നമസ്കരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു, കുടുംബമായി ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? ചില ദിവസം നോമ്പ് നോക്കുന്നു, ചില ദിവസം ഉപേക്ഷിക്കുന്നു. റൈബൻ സുന്നത്തി ഫലൈസമി, എൻ്റെ സുന്നത്തിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പോരാൻ കൂടുതൽ ചെയ്യുക. അത് എന്നിൽപ്പെട്ടവനല്ല. അപ്പോൾ ആരും തെറ്റുകുറ്റങ്ങൾ ചെയ്യാമെന്നല്ലല്ലോ പറഞ്ഞത്. നിസ്കരിച്ചോ, നമുക്ക് നിസ്കരിക്കും, പല എല്ലാ ദിവസവും നോമ്പ് നോക്കും, സ്ത്രീകൾ വിവാഹം ചെയ്യില്ല, അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തഖ്വയോട് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. പക്ഷേ നിസ്വാസം എന്താ പറയുന്നത്? എൻ്റെ ചര്യയ്ക്ക് വിപരീതമായി അത് പോരാന്ന് കരുതി മുൻകടക്കാൻ അങ്ങനെ ശ്രമിച്ചാൽ എന്നിൽപ്പെട്ടവനല്ല. വളരെ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത്. ചീത്ത പ്രവർത്തികൾ ചെയ്യും എന്നല്ല പറഞ്ഞവർ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, എപ്പോഴും ചെയ്യും, ധാരാളം ചെയ്യുന്ന വിശ്വാസത്തിൽ മുൻകടഞ്ഞ് ചെയ്യുക. അത് അങ്ങനെ ചെയ്താൽ നമ്മളിൽപ്പെട്ടവരല്ല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? വിശ്വാസം പഠിപ്പിച്ചെന്നുണ്ട്. ആ അളവ് കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് സല്ലൂക്കമാർ ഇത് മുൻസലി, ഞാനിങ്ങനെ നമസ്കരിച്ച് കാണിച്ചെന്നു അപ്രകാരം എല്ലാ അമലുകളും ഹുദു മാനാസികുമിനി, ഹജ്ജ് നമ്മൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. ഇങ്ങനെ നമസ്കരിച്ച് കാണിച്ചെന്നു, എങ്ങനെ നോമ്പ് നോൽക്കാൻ പഠിപ്പിച്ചു തന്നു, ആ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ അമലുകളും എങ്ങനെയൊക്കെയാണ് വിശ്വാസം പഠിപ്പിച്ചു തന്നു അപ്രകാരം നമ്മൾ ചെയ്യുക. അതിന് മുൻകടന്ന് ഞെപ്പിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ ഓതിക്കേൽപ്പിച്ച ആയത്ത്. വിശ്വാസികളെ നിങ്ങൾ മുൻകടക്കരുത്, ബൈനയദില്ലാഹി റസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ മുൻകടന്നൊന്നും പ്രവർത്തിക്കരുത്. അല്ലാഹു സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ തഖ്വയെ സംബന്ധിച്ച് ആദ്യത്തെ പറഞ്ഞുവല്ലോ, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുവെക്കുക, നിർബന്ധകർമ്മം പൂർണ്ണമായും ജീവിതത്തിൽ വർദ്ധിവാക്കുക, സുന്നത്തായ കർമ്മം കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരിക. ഇന്നല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാ കേൾക്കുന്നതും അറിയുന്നതുമാവുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടത്, ഫാൻസുകളായി ആളുകൾ പോകാനുള്ള കാരണം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ മഹാന്മാരായ ആളുകളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ ഒക്കെ പിൻപറ്റൽ കൊണ്ടാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധ ഖുർആൻ നമ്മളോട് വിലക്കിയിട്ടുണ്ട്. നമുക്ക് ആരെ പിൻപറ്റാൻ പാടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റാരെയും, ഒരു മനുഷ്യരെയും നമുക്ക് പിൻപറ്റാൻ പാടില്ല. പാപ്പാനെ പിൻപറ്റുക, അമ്മാനെ പിൻപറ്റുക. അതേപോലെ തന്നെ വാപ്പാപ്പന്മാരെങ്ങനെ ചെയ്തിട്ടുള്ളത്, പൂർവികന്മാരായ ഇമാമിയങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരെങ്ങനെ ചെയ്തത്, ശരിയിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനും ഫാത്തായ പ്രവാചകനും പാമ്പും നേടാനും മുഴുവനാത്തി ജീവിതങ്ങളൊക്കെ തന്നെ സമസ്തക്കാരിന് തെളിവുകൾ കണ്ടെത്തുകയാണ്. പക്ഷെ നമുക്ക് അവരോട് പറയാനുള്ളത്, അവരെയാണ് പിൻപറ്റാൻ ആര് പറഞ്ഞില്ല? അല്ലാഹു റസൂൽ നമ്മൾ കൽപ്പിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല, പ്രമേയം എഴുതി പാസ്സാക്കിയവർ കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് 31ഓളം അനാചാരങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് അത് മതാനുഷ്ഠാനങ്ങളാണ്, അത് ബിദഅത്താണ്, വലാലത്താണ് പറഞ്ഞാൽ ഒരു സുന്നികളല്ല, മുസ്ലിങ്ങളല്ല, അവർ ഇമാമത്തിന് പറ്റൂല, അസ്സാനത്തിന് പറ്റൂല എന്ന് യോഗം കൂടി പാസ്സാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 2021 ഒരു സംഘടന ആണ് രൂപീകരിച്ച്, അന്നുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും ജനങ്ങൾ അന്ധവിശ്വാസവും അനാചാരത്തിൽ പോയപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും കൂടി എന്ത് ചെയ്തു? ഐക്യസംഘം രൂപീകരിക്കേണ്ടായി 1921. അതിൽ എന്തുണ്ട്? ഇപ്പോഴുള്ള മുജാഹിദീങ്ങളെ വാപ്പമാർ
അതേപോലെ തന്നെ സുന്നികൾ സമസ്തക്കാരെ പൂർവികന്മാരൊക്കെ അതിലുണ്ട്. എല്ലാവരും കൂടി ഒറ്റ സംഘം ഉണ്ടായത്, ഐക്യസംഘം. അങ്ങനെ എന്ത് ചെയ്തു? ഖുർആനും അനുസരിച്ച് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് ഒരൊറ്റ പ്രമേയം. നബി സാഹിബ് മാർഗം അത് ഖുർആൻ ഓതി കേൾക്കുക. ആ അങ്ങനെ എന്നിട്ട് അതിന് തഫ്സീർ ഹദീസുകൾ പറയുക. ഇന്ന് നബി സാഹിബ് മാർഗം എന്നതാണ് ജനം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ 1924 കേരള ജമിഅത്ത് ഉലമ എന്നൊരു സംഘടന എന്ത് ചെയ്തു? അവർ രജിസ്റ്റർ ചെയ്ത് ശേഷം പ്രമേയം ഇതായിരുന്നു, സലഫി മനഹജ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അനുസരിച്ച് നബി സമയത്ത് മാർഗം. അത് രണ്ടും വേണം. എന്നാൽ ഖുർആൻ അനുസരിച്ച് മാത്രമല്ല, ഖുർആൻ അനുസരിച്ച് ഓരോരുത്തർ തഫ്സീർ ചെയ്ത രൂപത്തിൽ കൂടി പോകുമ്പോഴാണ് തെറ്റുകുറ്റുകൾ വരുന്നത്. ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അങ്ങനെ നബി സാഹിബ് മാർഗം, ആ മാർഗം നമ്മൾ അതാണ് സലഫി മനഹജ്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സാഹിബത്ത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കാനാണ് നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സാവാച കർമ്മണ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഷഹാദത്ത് ചെയ്യുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായിരിക്കണം നമ്മൾ മരണം വരെ പിൻപറ്റേണ്ടത്. മുത്തബി റസൂൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മരിച്ചു പോകേണ്ടത്. ആ ഖബറിന് ചോദ്യം ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് കാണിച്ചു തരും, ധാരാളം ചോദിക്കും റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയാൻ നമ്മൾ സാധിക്കണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായിരിക്കണം നാം പിൻപറ്റേണ്ടത്. ഇല്ല എങ്കിൽ നമുക്കത് പറയാൻ പറ്റൂല. ഖബറിന് ചോദ്യം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. റബ്ബുക്കാരും ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞു. ഭരികൾ രക്ഷിക്കനെ മുദീശിക്കെ കാക്കനെ വിളിച്ച് തേടിയെടുക്കുക, അല്ലാഹു റബ്ബി അറിയാൻ പറ്റൂല. വൈബിയ നിലക്ക് സഹായപ്രവർത്തന ആരോടായിരിക്കണം? അല്ലാഹുവിന് മാത്രമായിരിക്കണം. ജീവിച്ചിരിക്കുന്നുള്ള സഹായപ്രവർത്തന അല്ല ഈ പറയുന്നത്. പരസ്പരം സഹായപ്രവർത്തന പുണ്യകരമായ കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നു. ഇയ്യാക്ക് നാബുദു ഇയ്യാക്കും സഹായം, എന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, എന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ പ്രതിജ്ഞ എടുക്കുന്ന എന്താണ്? ആരാധനപ്പെട്ട സഹായപ്രവർത്തന, അതുള്ളതിനോട് മാത്രം. അപ്പോൾ സഹായഭ്യർത്ഥന രണ്ട് തരമുണ്ട്. ഒന്ന് ആരാധനപ്പെടാത്ത സഹായഭ്യർത്ഥനം, പരസ്പരം നമ്മൾ കണ്ടുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും ടെലിഫോണും കൂടിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ മനുഷ്യന്മാർ പരസ്പരം കേൾപ്പിച്ചുകൊണ്ടുള്ള സഹായപ്രവർത്തന, സൃഷ്ടിപരമായ സഹായപ്രവർത്തന. മറ്റ് സൃഷ്ടിപരമല്ലാത്ത സഹായപ്രവർത്തന, വൈബിയ നിലക്കുള്ള മറഞ്ഞ നിലക്കുള്ള അദൃശ്യമായ നിലക്കുള്ള സഹായപ്രവർത്തന, അതെന്താവുന്നു? അത് ആരാധനയാവുന്നു, ആരാധനക്കാരൻ അല്ലാഹു ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയ്യാക്കൻ ആബുദു ഇയ്യാക്കൻ സഹായം, നിന്നും മതങ്ങൾ ആരാധിക്കുന്നു, നിന്നും മതങ്ങൾ സഹായം ചോദിക്കുന്നു. ഏത് സഹായം? ആരാധനപ്പെട്ട സഹായപ്രവർത്തന. അതാണ് ഇയ്യാക്കൻ അബുദു എന്നാണ് എന്നിട്ട് വാവ് ചേർത്തിക്കൊണ്ടാണ് ചേർത്തുകൊണ്ടാണ് ഇയ്യാക്കൻ സഹായം, നിന്നും മാത്രമേ നിന്നോട് മാത്രം സഹായം ചോദിക്കൂ, നിന്നെ മാത്രങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ആരാധനപ്പെട്ട സഹായപ്രവർത്തന. അല്ലാഹുവേ നിന്നോട് മാത്രം ചോദിക്കുള്ളൂ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എന്ത് ചെയ്തരുത്? അതിന് എതിരായിക്കൂടാ. അപ്പോൾ റബ്ബുക്കായി ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനോട് വൈബിയാണെങ്കിൽ സഹായപ്രവർത്തനമൊക്കെ അല്ലാഹുവിനോട് ആർത്തിരിക്കണം. വൈദ്യങ്ങൾ രക്ഷിക്കണേ, മുദീശക്കെ കാക്കണേ, ഇങ്ങനെ ആ വൈബിയ നിലയ്ക്ക് അല്ലാഹുവിനുള്ളവർക്ക് മരിച്ചുപോയവരോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഒക്കെ സഹായം ചോദിച്ചാൽ നമുക്കങ്ങനെ അവിടെ മറുപടി പറയാൻ പറ്റൂല. അല്ലാഹു റബ്ബി മറുപടി പറയാൻ പറ്റൂല. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാതെ വല്ലവരും പിൻപറ്റി ജീവിക്കും, വാപ്പമാരെ നേതാക്കന്മാരെ സിഹർ ബാധിക്കൂല എന്ന് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച വന്നുകൂടാ. ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഇസ്ലാമിന് എന്ത് ചെയ്തു? സിഹർ ബാധിച്ചു. സിഹർ ബാധിക്കുക പ്രാന്തരായി നടക്കുക എന്നുള്ളതല്ല, മജ്നൂനാകുക എന്നല്ല, മനസ്സിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക. ഇസ്ലാമിനെ വെല്ലുവിളിച്ചു ഫിറൗന്. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ സിഹർ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ എന്നിട്ട് വടിയും കുറേ പുള്ളി കഷ്ണങ്ങൾ കണ്ടിട്ടപ്പോൾ അത് പാമ്പായപ്പോൾ മുസ്ലിംക്ക് എൻ്റെ കയ്യിലുള്ള വടിയിട്ട പാമ്പാണ് വടിയാണ് കയ്യിലുള്ളത്. മുസ്ലിംസ് ബേജാറായി. കാരണം എനിക്കും ഒരു പാമ്പ് വന്നിട്ടു പുള്ളി കഷ്ണങ്ങളും വടികളൊക്കെ ഇട്ടപ്പോൾ കരുകഷ്ണം ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ആ പാമ്പായി. ഇതങ്ങ് വായിച്ചിങ്ങനെ നടക്കുക. മൂസാ നബി അലൈഹി ഇസ്ലാം മനസ്സിന് പ്രയാസം, പേടി തോന്നി, മാറ്റങ്ങളുണ്ടായി, ഭയപ്പെട്ടു. ഞാൻ ഇനി എന്താ ചെയ്യുക? ബേജാറായി. അല്ലാഹു തആല എന്ത് വഹി നൽകി, പേടിക്കണം മൂസേ, നീ കയ്യിലുള്ള വടി ഇട്ടാളെ, എന്ത് എൻ്റെ വടി എന്ത് ചെയ്യും? ആ പാമ്പുകളൊക്കെ വിഴുങ്ങിക്കോളും. അല്ലാ പറയണേ, പേടിക്കണ്ട, നീ തന്നെ വിജയിക്കുകയാണ്. അത് കാണുന്ന വടിയിട്ടോട് എന്ത് ചെയ്തു? മൂസാ നബി എൻ്റെ വടി പാമ്പായി. അവരിട്ട സാഹചര്യങ്ങളുടെ പാമ്പുകളൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ ഇത് വിഴുങ്ങുകയും ചെയ്തു. കണ്ട മാറ്റങ്ങളുണ്ടായി അവിടെ. സിഹർ ബാധിക്കൂല. ഇത് പറഞ്ഞാൽ മനസ്സിലാണ്. ഇപ്പോൾ റാൻഡാകുക എന്നുള്ളതല്ല,
ഒരു മാറ്റങ്ങൾ ഉണ്ടാകുക, അതിനൊരു ഫലം ഉണ്ടാകുന്നുണ്ട്. തെഹീർ ഇല്ല എന്നാണ് ചില പണ്ഡിതന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പണ്ഡിതന്മാരുടെ ഫത്വകളാണ്. അത് പിന്നായി കൂടാ, ഖുർആനിന് പിൻഫലമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചോ ഇല്ലേ, അങ്ങനെ ചർച്ച. എന്ത് ആവശ്യത്തിനാണ്? മനുഷ്യരല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചിരുന്നില്ലേ? നമ്മൾ സംശയിക്കുന്നു, വഫാത്തായി പോയില്ലേ, മരിച്ചുപോയില്ലേ? മനുഷ്യർക്കുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ട്, രക്തമൊലിച്ചു, വേദനിച്ചു, പ്രയാസപ്പെട്ടു, എല്ലാവരും കൊല്ലുമാറാക്കുന്ന പല അപകടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടുപോയി, പല്ലുപോയി. മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതുമായിരുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്തിനെ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്തിനെ ഇങ്ങനെതാ ഒരു സിഹർ, താൽക്കാലികമായി എന്തെങ്കിലും ഒരു മാറ്റത്തിരുത്തുകൾ ഉണ്ടായി എന്ന് കരുതി ഭ്രാന്തനാണ്, മജ്നൂനാണ് ആയി എന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സംശയമാണോ, അത് നിർത്തിവെക്കുക, പറയേണ്ട. നമ്മളെന്താണ്, സിഹർ സബൽ മുബീഖാത്തിൽപ്പെട്ട കുറ്റമായി അള്ളാഹു തആല എന്ത് ചെയ്തു, വിശ്വാസം മുഖേന പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ മഹാപാപം സബൽമുബീഖാത്തിൽപ്പെട്ട ശിർക്കാണ്. രണ്ടാമത്തെ സിഹ്ർ എന്ന് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് മാറ്റം ഉണ്ടാവുമോ ഇല്ലേ, അതുകൊണ്ട് തെഹീർ ഉണ്ടാവുമോ ഇല്ലേ എന്നല്ല, അള്ളാഹു വിരോധിച്ചാണോ അല്ലേ. എന്തുകൂടെ അള്ളാഹു വിരോധിച്ചു? നമുക്ക് ദോഷകരമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, വിരോധിച്ചിന്. കള്ളുകൂടി, വ്യഭിചാരം, അതുപോലെ പൈസ, അതുപോലെ കളവ്, എന്തൊക്കെയുണ്ടോ നമുക്ക് മനുഷ്യർക്ക് ലഹരിപാതങ്ങൾ ഉപയോഗിക്കുക, പല കാര്യങ്ങൾക്ക് ദോഷമാണ്, ഒക്കെ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. എന്നപോലെ സിഹർ നമുക്ക് എന്താണ് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് സബൽ മുബീഖാത്തിൽ എണ്ണപ്പെട്ടത് 7 മഹാപാപങ്ങൾ. അതിൽ ഒന്നാമത് ശിർക്ക്, രണ്ടാമത് ഇതാണ് ഷിർക്കാണ്. ഒന്നാമത് ഷിർക്ക്, രണ്ടാമത് സിഹറാണ്. എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ സിഹർ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, സിഹറിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതുമാതിരി വ്യഭിചാരം ഹറാമാണ്, അള്ളാഹു വിരോധിച്ചു. ഇനി വ്യഭിചരിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ലേ, നമ്മളിന്ന് സംശയിക്കുന്നു. എന്ന് പോലെ തന്നെ സിഹർ ഹറാമാണ്, അള്ളാഹു വിരോധിച്ചു. ഇനി ഷിർ ചെയ്താൽ ഫലിക്കില്ല എന്ന വിഷയത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുക, പാർട്ടിയാണ് എന്തിനാ, അത് ചിന്തിക്കണ്ടേ മനുഷ്യൻ നമ്മൾ എവിടെ. എന്നിട്ട് അതിന് ചർച്ച ചെയ്യാൻ പോവുക. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചു. എന്താ നമ്മളെന്ത് ചെയ്യണം, ഫത്വകളൊന്നും നമുക്ക് വേണ്ട. സമസ്തക്കാരെ എഴുതിയ ഫത്വ അതൊന്നും നമുക്ക് വേണ്ട. അയാൾക്ക് മുസ്ലിങ്ങൾ ചെയ്തല്ലല്ലോ ഫത്വ, എന്നാൽ പണ്ഡിതമായ എഴുതിയല്ലോ ഫത്വ. അള്ളാഹിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മൾ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നബിശയിലുണ്ടോ അല്ലേ? നമ്മൾ അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് ചർച്ച ചെയ്ത കാര്യങ്ങൾ, ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് പോകണ്ട. അവരെ ജിന്നുകളോട് സഹായം ചോദിക്കാൻ ശരിയിലുണ്ടപ്പോൾ ഒരു പണ്ഡിതൻ എന്ത് ചെയ്തു, ഓച്ചിനെ വെച്ചിട്ട് ആയത്ത് ഓതി. എന്തിനു വേണ്ടിയിട്ട്, എന്തിനായത്ത് ഓതി? ചർച്ചയോടെ വന്നല്ലോ, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? അങ്ങനെ അദ്ദേഹം ആയത്ത് ഓതിന് എന്തിനു വേണ്ടി, ജിന്നിനോട് സഹായം ചോദിക്കാം, ഔസീല ശിർക്കാണ് എന്ന് തെളിയിക്കാൻ. എന്തിനാണിത്? ശിർക്കല്ല, ഔസീല ശിർക്കാണ്. എന്തിന് ശിർക്കല്ല? ശിർക്ക് നമ്മളെന്താ വേണ്ടത്? അത് ഷറൽ ഉമൂറല്ലേ. നബി സ്വഹാബത്തിനും ആർക്കും ജിന്നിനോട് സഹായം ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ആയത്ത് വന്ന ആവശ്യമില്ലല്ലോ. എന്ന് പറയുമ്പോൾ മരിച്ചവരോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സമസ്ത പണ്ഡിതൻ ആയത്ത് മതി, അനുവദനീയമാണ് എന്നുള്ളതിലേക്ക്, ചോദിച്ചോളി എന്നുള്ളതിലേക്ക്. എന്തിന് നമ്മൾ ആയത്ത് ഓതുന്നു? ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം ചോദിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, നബിശയിലുണ്ടോ ഇല്ലേ? അതാണ് നോക്കേണ്ടത്. എന്ന പോലെ തന്നെ മനുഷ്യരോട് സഹായം ചോദിക്കാൻ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബിശയിലുണ്ടോ ഇല്ലേ? അതാണ് പരിശോധിക്കേണ്ടത്. ഷറൽ ഉമൂർ, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അത് മതകാലം ഷെറാണ്. അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു പഠിപ്പിക്കുമായിരുന്നില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നോട് സഹായം ചോദിക്കാൻ സാഹിബിനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചില്ല. വഫാത്തായ പ്രവാചകനോട് പാപം വന്ന് തേടുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ എന്താണ് ഷറൽ ഉമൂർ, അത് ഷെറാണ്. അതാണ് വിഷയം. അത് ഉപേക്ഷിക്കുക. കാരണം ഈ അത്തരം ഷെറായ കാര്യങ്ങൾ, വിദഗ്ധമായ കാര്യങ്ങൾ, അനാചാരങ്ങൾ ചെയ്താൽ അതെന്ത് ചെയ്യുന്നു, ശിർക്കിൽ എത്തിപ്പെടും. പിശാച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും. അക്കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നിട്ടോ പണ്ഡിതന്മാരെ പിൻപറ്റാണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കാതെ ഫത്വേൻ്റെ പിന്നാലെ പോകാതിരിക്കുക. സമസ്തൻ്റെ ഫത്വ എന്ത് ചെയ്യുന്നു, കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നു, താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്
മരിച്ചുപോയ മഹാത്മാക്കൾ ഇസ്തിഹാസ നടത്താൻ 30ഓളം അനാചാരങ്ങൾ അവർ എഴുതി പാസ്സാക്കി. അവർ 6ാം സമ്മേളനത്തിലും 50ാം സമ്മേളനത്തിലും 70ാം സമ്മേളനത്തിലും എന്ത് ചെയ്തു? അത് ആവർത്തിച്ച് എതിരില്ല പാസ്സാക്കിയെടുത്തു. മാത്രമല്ല മാതൃപത്രത്തിലും സ്ഥിരീകരിച്ചു. അവർ സുവനീറുകളിലും എന്ത് ചെയ്തു? അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ആ ഫത്വയ്ക്കെതിരെ നമ്മൾ പോരാടണം. നമ്മൾക്ക് എന്താണ് നമ്മുടെ പ്രമേയം എന്താണ്? ഖുർആനും ഹദീസും. ഇതാണ് നമ്മൾ ഖുർആനൊക്കെ വായിച്ചു പഠിക്കുക. അതിൻ്റെ ആ ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് സാഹിബിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അനു സാബി, ഞാൻ എൻ്റെ സാഹിബത്തെ ഇതൊരു മാർഗം, ആ മാർഗം അതാണ് നബിശരിയ, അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിശരികൾ. അതിന് വിപരീതമുള്ള കാര്യങ്ങൾ സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സുഹൃത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പെടാത്ത കാര്യങ്ങൾ അത് വിദ്യാർത്ഥി കാലത്ത് ആരെന്ത് ചെയ്താലും ശരി, നല്ലതെന്ന് എനിക്ക് ആര് തന്നെ ഇത് പഠിപ്പിച്ചു തന്നാലും ശരി, അതാണ് വിദ്യാർത്ഥി കാലത്ത് ആവർത്തിച്ച് സാധാരണക്കാരെ നമ്മൾ പറയണം, മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ സുന്നത്ത് എന്ത് വിദ്യാർത്ഥിയുണ്ട്? സുന്നത്ത് വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്നെ സാബി, ഞാൻ സാബിക്കും ഏതോ മാർഗം, ആ മാർഗം അതിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ നല്ലത് നിങ്ങൾക്ക് ജനങ്ങൾ ഉണ്ടാക്കി ചെയ്ത് ഒക്കെ വിദ്യാർത്ഥികൾ. അതിപ്പോൾ ആ പണ്ഡിതനായാലും ശരി, ഏത് പണ്ഡിതനായാലും ശരി, മഹാന്മാരങ്ങൾ ചെയ്തല്ലോ, അത് നമുക്ക് മാതൃകയല്ല. അള്ളാഹിനെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ? നബി സാഹിബത്തെ ഏകീകരിച്ച മാർഗ്ഗം അതിലുണ്ടോ? സാഹിബ് ചെയ്താൽ പോലും നമുക്ക് എന്തെല്ലാം മാതൃകയില്ല. വിശ്വാസം അംഗീകാരമുണ്ടോ നോക്കണം. എങ്കിലും നമുക്ക് എന്താണോ അത് നമുക്ക് അംഗീകാരമാകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഭാഗത്തിൽ അത് മാറ്റി നിർത്തണം. ഇതുവരെ ശരീരമുണ്ടോ വ്യക്തമാകുന്നവരെ അതാണ് നാം ചെയ്യേണ്ടത്. ഇല്ലെങ്കിലും വഴിച്ചു പോകും. അമ്മ അപ്പന്മാരെ പിൻപറ്റിയാൽ വിശ്വാസം പഠിപ്പിച്ചാത്ത കാര്യങ്ങളാണ് നമ്മൾ പൂർവികന്മാരെ ചെയ്തു വരുന്നത്. അതാണ് അപകടം. അത് പിൻപറ്റി കഴിഞ്ഞാൽ അതിന് നല്ല റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ് നോക്കേണ്ടത്. അതിന് ഇൽമു വേണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. എങ്കിലേ നമുക്ക് യഥാർത്ഥ മാർഗ്ഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. ഇൽമില്ലാത്തൊരു കാര്യം ചെയ്യരുത്, നീ പിൻപറ്റരുത്. ഇന്ന സമ കേൾവി, ഒരു ബസറ കാഴ്ച, ഒരു ഫുആദ ഹൃദയം, നിറം ബുദ്ധി, കുല്ലൂരായിക്ക അവകളൊക്കെ തന്നെ കാന മൻസൂല ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു തആല നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പരിഭാഷയൊന്നും കൂടാതെ തന്നെ പരലോക തൻവിധാനം നഷ്ടപ്പെടുകയും എന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ആയുഷ്കാലത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും, നമ്മൾ ഇൽമിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും, നമ്മളെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചവഴിച്ചു ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ നമ്മൾ ആരോഗ്യം നമ്മൾ എന്ത് ചവഴിച്ചു, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? 4 ചോദ്യങ്ങൾ മുഖ്യമായി നമ്മൾക്ക് അവിടെ ഉണ്ട്, വരാൻ പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. എന്നപോലെ ഖബറിൽ ചോദ്യമുണ്ട്. റബ്ബുക്ക, നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷം ഖബറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഓർമ്മയിൽ നമ്മളെല്ലാം മറവ് ചെയ്ത് പുറത്ത് വരുമ്പോൾ സ്വന്തക്കാരെ ബന്ധക്കാരെ ആൾ മുഴുവൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് കുറച്ച് പ്രാർത്ഥിക്കും. സമസ്തകാര സമയത്ത് എന്ത് ചെയ്യുന്നു? തബാറക്ക് പോലും ഹക്കും ജാവും ബർക്കത്തും കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രാർത്ഥിക്കും. അതേപോലെ തലക്കിന് എഴുതിക്കൊണ്ടുമ്പോൾ മലക്കുകളുണ്ട്, മലക്കുകൾ വരുമ്പോൾ അറബിയിൽ എഴുതിങ്ങാണ്ട് തലക്കും ഭാഗത്ത് വെച്ച് കൊടുക്കും. അതിൽ എന്താ അതിൽ നിന്ന് ചോദ്യം ചോദിച്ചു, അപ്പം നിന്നൊക്കെ മറുപടി പറഞ്ഞ ആളായെന്നുള്ളതാണ്. അങ്ങനെയല്ല, ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. അള്ളാഹിൻ്റെ പരീക്ഷയിൽ നമ്മൾക്ക് എങ്ങനെ ഒരു എഴുതി കൊടുത്താൽ നമുക്ക് അവിടെ മറുപടി പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ തബാറക്ക നമ്മൾ ജീവിതകാലത്ത് അർത്ഥത്തോട് വല്ലാതെ പതിയായി ഓതണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെടുക. എന്നല്ല മരിച്ചതിന് ശേഷം മരിച്ചെടുത്ത് ഇരുന്ന് മയ്യത്തിന് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഖബറിൽ മയ്യത്ത് മറയുന്ന സമയത്ത് തബാറക്ക ഒതിയിട്ട് എന്ത് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം ചെയ്യണം. ജീവിതകാലത്ത് അർത്ഥം ഉൾക്കൊണ്ട് അയാൾ മരിച്ചതിന് ശേഷം കുയ്ക്കവരട്ട എന്നിട്ട് അവിടെ എത്ര ദിവസങ്ങൾ ഓതുക. അതേപോലെ തന്നെ 70,000 ദിക്റുകൾ ചൊല്ലുക. ഇതൊന്നും ആ മനുഷ്യനെ കിട്ടാൻ നബി സ്വയം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അനാചാരം, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അനാചാരങ്ങളാണ്. മാണ്ട് കഴിച്ച 3 കഴിച്ച ഇതൊന്നും നബി സ്വയം പഠിപ്പിച്ചു തന്നിട്ടില്ല. സ്വന്തം മക്കളോട് എന്ത് ചെയ്യണം? വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു സ്വാലിഹായ മക്കളെ. ആമലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യം മാത്രമാണ് ബാക്കിയുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സാലിഹായ അമൽ. നമ്മൾ ചെയ്ത അമലുകൾ നമ്മളെന്തൊക്കെ ചെയ്ത് പിന്നെ അതിൽപ്പെട്ടതാണ് സാലിഹായ മക്കളെ നമ്മൾ വളർത്തുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാപ്പാന്മാർക്ക് വേണ്ടി വളർത്തിയ മക്കൾ, അതൊക്കെ നമ്മൾ സ്വാലിഹായ ഇൽമ്.
നമുക്ക് പ്രയോജനപ്പെടാൻ നമുക്ക് ഖുർആൻ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. അത് എന്താകുന്നു? ഇൽമാണ്. അത് മരിച്ചു പോയതിന് ശേഷം നമ്മൾക്ക് പ്രയോജനപ്പെടും. അതിന് സ്വതക്കകളെ നമ്മൾ ജാരിയ സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളി മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ മരിച്ചാൽ നിലനിൽക്കുന്ന സദക്കകൾ, ഇതൊക്കെ മരണത്തിന് ശേഷം പ്രയോജനപ്പെടും. അങ്ങനെയുള്ള ഈ 3 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എന്തല്ല പ്രയോജനപ്പെടില്ല എന്ന് പറയാം. അപ്പം നമ്മൾ എന്തല്ല ഖബറിന് മുകളിൽ ഇരുന്ന് ഓതിയിട്ടോ അതല്ലെങ്കിൽ പിന്നെ എന്താകുന്നു നമ്മൾ ഖബറിന് മീതെ ഇരുന്ന് ഓതിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ദിക്ർ ചൊല്ലിയിട്ടോ ഒന്നും കാര്യമില്ല. അവർക്ക് പാപമാന്തിയുടെ അവർക്ക് വേണ്ടിയിട്ട് സംസ്കാരം അങ്ങനെയല്ലേ. സ്വാലിഹായി മരിക്കുക, മുസ്ലിമായി ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മയ്യസ്കാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ അള്ളാഹു തആല പാപം പുറത്തു കൊടുക്കും. മുസ്ലിമായി നമ്മൾ മരിക്കണം. നമ്മളെന്ത് വേണം? തൗഹീദോട് മരിക്കണം. ആരാധന മുഴുവൻ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് മരിക്കുക. അള്ളാഹു ഒഴിയുള്ളവർക്ക് എന്തല്ല അതിനെ അർപ്പിക്കരുത്. ശിർക്ക് ബിദ്അത്തിന് വിട്ടു നിൽക്കുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലാക്കണം. തൗഹീദ് എന്താ? തൗഹീദോട് മരിക്കുക. ആരാധന മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക. അതാണ് തൗഹീദ്. നേർച്ചകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, പാപമോചന തേട്ടങ്ങളാകട്ടെ, ഇതൊക്കെ ആരാധനകളാവുന്നു. അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. നമസ്കാരം, നോമ്പുകൾ, സക്കാത്തുകൾ, എല്ലാ അമലുകളും അള്ളാഹുവിന് അർപ്പിക്കുക. അത് നേർച്ച വരികളെ మీద നേർച്ചയാക്കിയാൽ പോയി, മരികളെ രക്ഷിക്കണേ നേർച്ച പോയി. പ്രാർത്ഥനയാണ്. അത് അള്ളാഹു വിരോധത്തിലുള്ളവരായി പ്രത്യേക പാപം കൊടുത്തു തരണം എന്ന് പറഞ്ഞാൽ ശിർക്കായി. അപ്പം എന്താ? ആരാധനകൾ പെട്ട എന്തെങ്കിലും ഒന്ന്, ഇതൊക്കെ ആരാധനകളാവുന്നു. ആരാധനകൾ അള്ളാഹു അർപ്പിച്ചാൽ ശിർക്ക്. ആരാധനകളിൽ പെട്ട എന്തെങ്കിലും ഒന്ന് അള്ളാഹു അർപ്പിച്ചാൽ ശിർക്ക് വരും. ആരാധനകൾ മുഴുവനും അള്ളാഹു അർപ്പിക്കണം. അതാണ് തൗഹീദ്. അതാണ് നമ്മളെ നിസ്സാര പ്രമാണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കാനായി മറ്റാരുമില്ല. ആരാധന മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നേർച്ചകളോ അല്ലെങ്കിൽ പാപമോചന നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒഴിവേള സഹായപ്രദങ്ങളോ രക്ഷിക്കണേ കാക്കണേ എന്നുള്ള പ്രായപ്രദങ്ങൾ അള്ളാഹു ഒഴിയുള്ളവരായാൽ ശരിക്കും വരും. അപ്പോൾ ആരാധനയാണത്. ആരാധന ഒഴികൾക്കായി. അപ്പോൾ തൗഹീദ് ആരാധന മുഴുവൻ അള്ളാഹു അർപ്പിക്കുക. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശരിക്കും ഉറപ്പിച്ച് ശരിക്കും വരും. അപ്പോൾ തൗഹീദ് ശിർക്ക് വ്യക്തമായി മനസ്സിലാക്കുക. ശിർക്കിൽ നിന്ന് വിട്ടുക, തൗഹീദോടും ജീവിച്ച് മരിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് മരിച്ചു പോയി കഴിഞ്ഞിട്ട് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല പ്രാർത്ഥന ചെയ്തിരിക്കും, മറുപടി കൊടുത്തു കൊടുക്കും. അതാണ് നമ്മുടെ വിശ്വാസം. സാലിഹ്യങ്ങളൊക്കെ ആയി ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമസ്കാരത്തിൽ കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർക്കുക. അപ്പോൾ സ്വാലിഹ്യങ്ങളെ മരിക്കുക, മുഅ്മിനായി മരിക്കുക, അത് ശിർക്ക് ചെയ്യാതെ മരിക്കുക. അതേപോലെ തന്നെ ബിദ്അത്തും ചെയ്യാതെ മരിക്കുക. ബിദ്അത്തുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളൊന്നും സ്വീകരിക്കില്ല. അത് ഇതുവരെ അത് ഉപേക്ഷിക്കുന്നവരെ. ബിദ്അത്തുകളിലൂടെയാണ് ശിർക്കിൽ എത്തിപ്പെടുന്നത്. കാര്യം നോക്കുക. ഞാൻ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓതിയ ആയത്ത് ഒന്നുകൂടി 2 ആയത്തുകളാണ് മുഖ്യമായി ഞങ്ങൾ ഓതി വെച്ചത്. ഒന്ന്, അള്ളാഹുവിനുള്ള പ്രവാചകൻ മുൻകരം കൊണ്ട് പ്രവർത്തിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ മുൻപറ്റി ജീവിക്കണം. ദീനീയ കാര്യങ്ങളൊക്കെ തന്നെ, ദുനിയാവിൻ്റെ കാര്യങ്ങളല്ല പറയുന്നത്, ദീനീയ കാര്യങ്ങളൊക്കെ തന്നെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കണം. അതാണ് ഷഹാദത്ത് ഉറച്ചില്ല. അതേപോലെ തന്നെ പൂർവികന്മാരായ പണ്ഡിത വൈദ്യന്മാരെ തഫ്സീർ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച തഫ്സീറിൻ്റെ പിന്നാലെ പോവുകയോ ഫത്വകളുടെ പിന്നാലെ പോകരുത്. അത് അള്ളാഹു തആല പറഞ്ഞു, മാ ലൈസ ലക ബിൽ ഇൽമില്ലാത്തൊരു കാര്യം. അതുള്ള ഞാൻ സുഹൃത്ത് ഇസ്രായേലിൽ നിന്ന് ഓതി കേൾപ്പിച്ചത്. അത് ഇൽമില്ലാത്ത കാര്യങ്ങൾ പിൻപറ്റരുത്. ഇൽമാണ് പരിശുദ്ധ ഖുർആനും തിരുമ്പി സ്വഭാവ ഹദീസുകളുമാണ്. അല്ലാത്ത വേറൊന്നും ഇൽമില്ല. ഇൽമ് പറഞ്ഞാൽ അത് രണ്ടാണ്. ഹദീ കിതാബുള്ളോ വർത്തമാനങ്ങൾ വെച്ചിട്ട് 2 വർത്തമാനം. വർത്തമാനം വെച്ചിട്ട് ഹൈറ വർത്തമാനം, അള്ളാഹുവിൻ്റെ വർത്തമാനം, പരിശുദ്ധ ഖുർആൻ. ഹദീ റസൂൽ ചര്യയിൽ വ്യക്തമായ ചര്യ ഇത് വ്യക്തമാക്കി തന്നു. ഹൈറായ വർത്തമാനം അള്ളാഹുവിൻ്റെ വർത്തമാനം, ചര്യയിൽ ഉചിതമായ ചര്യ നിസ്വയം ചര്യ. ആ ഉത്തമമായ ചര്യയാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് ഷഹാദത്ത് നിസ്വയം ചര്യയായിരിക്കും നാം സ്വീകരിക്കേണ്ടത്. അതാണ് പഠിച്ചറിയണം. ഖുർആൻ നമ്മൾ പഠിച്ചറിയാൻ പറഞ്ഞുകൊണ്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. ഇൽമ് എന്താവുന്നു? അപ്പം മറുപടി പറഞ്ഞു, കിതാബുല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, അത് സത്യമാക്കി എന്ന് നമ്മൾ മറുപടി പറഞ്ഞെങ്കിൽ അതിന് അർത്ഥം അറിയണ്ടേ? അത് വിശ്വസിച്ചു. ആമൻതു വിശ്വസിക്കുന്ന അർത്ഥം അറിയണ്ടേ? അർത്ഥറിയാതെ നമ്മൾ ഖുർആൻ മലയാളക്കാർ ഇങ്ങനെ ഓതിയാൽ നമുക്ക് അർത്ഥം അറിയോ? വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാ വിശ്വാസപരമായ കാര്യങ്ങൾ അള്ളാഹു പണ്ട് എങ്ങനെ വിശ്വസിക്കുന്നത്, പലോകത്തെ സമയം വിശ്വസിക്കുന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖബറിന് ചോദിക്കും, ഇൽമ് എന്താകുന്നു? അപ്പോൾ മറുപടി പറഞ്ഞു, കിതാബുല്ലാഹ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു,
അമൻതുവിൽ വിശ്വസിച്ചു, വിശ്വസിക്കുക അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. സദ്ദഖ് സത്യമാക്കി എന്ന് പറയണമെങ്കിൽ ആ ഖുർആൻ അനുസരിച്ച് ഇങ്ങനെ നമുക്ക് കർമ്മങ്ങൾക്ക് ചെയ്യാൻ പഠിപ്പിച്ചെന്നും ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചറിഞ്ഞ് നബിചര്യ അനുസരിച്ച് ജീവിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് കാണിച്ചു ധാരാളം ചോദിക്കുമ്പോൾ റസൂലുള്ളാഹ് അത് അള്ളാഹ് റസൂലാണ് എന്ന് മറുപടി പറയണമെങ്കിൽ എന്ത് വേണം, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായിരിക്കും ജീവിതത്തിൽ പ്രാർത്ഥനയാക്കേണ്ടത്. ഷഹാദത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. വഅശ്ഹദു അന്ന റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണമെങ്കിൽ നബിശ്ശേരിയായിരിക്കും നമ്മൾ ജീവിതാവസാനം വരെ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെ കവാടം തുറന്ന് തരുന്നത്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറയുന്നു. ഖബറിലെ വിചാരം അവസാനിക്കുന്നു, പിന്നെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നു. പിന്നെ അവിടെ ഒരു വിചാരണ ഉണ്ട്. ആ വിചാരണ ഇവിടെ ജയിച്ചാൽ അവിടെ ജയിക്കും എന്നുള്ളതാണ് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത്ര കാര്യം മനസ്സിലാക്കുക. നമുക്ക് പൂർവികന്മാരെ വാപ്പന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ ഒന്നും പിൻപറ്റിക്കൂടെ. അപ്പോൾ നമ്മൾ പല സംഘടനക്കാരുണ്ടാവുക, ആ സംഘടന നേതാവ് ഖുർആൻ ഹദീസോ തെളിവില്ലാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ട. 10 മിനിറ്റ് പിന്നെ നമ്മൾ പോകണ്ട. അതിന് സംഘടനയിൽ നമുക്ക് നിൽക്കാം, എന്താർക്കത് അത് എനിക്ക് വേണ്ട, സ്വീകരിക്കേണ്ട, അവരുടെ പെൻഡിങ്ങിൽ വെക്കുക. ഖുർആൻ അനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയ സംബന്ധിച്ച് എന്താണ് വിധി നൽകിയിട്ട് അത് കിട്ടുന്നവരെ പെൻഡിങ്ങിൽ വെക്കുക. അതാണ് സൂക്ഷ്മത. കാരണം നമ്മൾ പ്രവചിച്ചു പോയാൽ ചിലപ്പോൾ അത് ശിർക്കോ വിധേയത്തിൽ പെട്ടാൽ ഇവരാരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആരും ഒറ്റക്കൊറ്റയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടി തുടങ്ങും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് ഖുർആൻ പഠിക്കണം, അർത്ഥത്തോടുകൂടി തഫ്സീറായ ഹദീസും പഠിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർവികമായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ പിൻപറ്റാൻ ജീവിക്കാൻ സാധിക്കുള്ളൂ. അത് ഫർളാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ ആളും നിങ്ങൾക്ക് ഇൽമു പഠിക്കൽ ഫർളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഹദീസ് അർത്ഥത്തോട് വായിച്ച് പഠിക്കണം, സമയം കണ്ടെത്തണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിന് വളരെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ പള്ളി ദർസിൽ പോകേണ്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഗ്രന്ഥങ്ങളുണ്ട് അർത്ഥത്തോടുകൂടി. ഈ അമ്മാനിമൊലി തഫ്സീർ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം പദാപദം അർത്ഥത്തോടു കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളും ഗ്രന്ഥങ്ങളുണ്ട്. കൂടാതെ നമ്മൾ മൊബൈലിൽ നമുക്ക് ആവശ്യത്തൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചറിയില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിലയ്ക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല, എക്കാലത്തും സാധ്യമല്ല. പഠിച്ചറിയണം. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാരെയെ നമ്മൾ നേതാക്കന്മാരെയും പിൻപറ്റരുത്. പിൻപറ്റാണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിച്ചെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് ഇൽമ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഷർറുൽ ഉമൂർ, ഇതാണ് ഷർറായത് അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഹൈറായത് വർത്തമാനം അള്ളാഹുവിൻ്റെ വർത്തമാനം പരിശുദ്ധ ഖുർആനാണ്. ചര്യകൾ വെച്ചിട്ട് ഹൈറായത് നബി സ്വല്ലല്ലാഹു അലൈഹി ചര്യയാണ്. ഖുർആൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാറില്ല, ഹൈറാണല്ലോ. ഖുർആൻ അനുസരിച്ച് ഹദീസുകൾ നോക്കാതെ നമ്മളനുസരിച്ച് നമുക്ക് അമൽ ചെയ്തുകൂടാ. അതാണ് അപകടം സമസ്തക്കാർക്ക് പറ്റിയത്. ഖുർആൻ മരിച്ചവരോട് സഹായം ചോദിക്കാൻ ഖുർആൻ ഓതുക, ഹദീസും പറയാതെ ഞാൻ മരിച്ചവരോട് സഹായം ചോദിക്കുക എന്ന പോലെ തന്നെ പല ആളുകളും ഖുർആൻ ഹദീസൊന്നും ഓതാതെ ഖുർആൻ മാത്രം ഓതിക്കൊണ്ട് ആരൊക്കെ എൻ്റെ തഫ്സീർ എഴുതുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹിയ ഹദീസ് ഇല്ലാതെ ആര് തഫ്സീർ എഴുതുന്നുവോ ഇത്ര വലിയ മഹാനാണെങ്കിൽ പോലും നമ്മളെ പിൻപറ്റണ്ട. അള്ളാഹു റസൂൽ ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം സംബന്ധിച്ച് വല്ല ചെവി ഉണ്ടോ ഇല്ലേ നോക്കുക. ഉണ്ടെങ്കിൽ പിൻപറ്റില്ലേ മാറ്റി വെക്കുക. ചർച്ചകൾ നടക്കട്ടെ, നമ്മൾ സംഘടനയിൽ തന്നെ നമുക്ക് തുടരാം. എന്തായിരിക്കണം നമ്മുടെ മാർഗം ശരിയാണോ അല്ലേ, ചൊവ്വായ പാതയാണോ അല്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുകൂടെ പാത. നബി സാഹിബ് ചോദിച്ചു മാർഗം അതിൽ മഗ്ദൂബിഹിം കോപ്പിക്കപ്പെട്ടൊരു പാതയല്ല. അത് ജൂത ക്രിസ്ത്യാനികളാണ് ശരിക്കും വിദ്യാർത്ഥം ചെയ്ത പാത. ഇല്ലാത്ത എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് ഉള്ള വെട്ടിച്ചുരുക്കുകയും ചെയ്ത് വളവാലീൻ വഴിച്ചൂടെ പാതയുമില്ല, പഠിച്ചില്ല പ്രവർത്തിച്ചില്ല, ആ പാതയുമില്ല. പിന്നെ ഏത് പാതയാണ്? എല്ലാ സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത, തൗഹീദിലേക്കുള്ള പാത. അത് നബി സാഹിബ് ചോദിച്ച മാർഗം അന സാഹിബി, അതായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അല്ലാത്തൊക്കെ ഷർറുൽ ഉമൂറായി തള്ളപ്പെടുക. അങ്ങനെ മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫർദ്, വല്ല പ്രവർത്തിയും വലിച്ചു അല്ലെങ്കിൽ എല്ലാ കൃത്യം തള്ളിക്കളയുക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഊന്നൽ നൽകുക. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞാൻ പഠിപ്പിച്ചെന്ന് മാ അന അലി സാബി അഷ്ഹദു അന്ന റസൂലുള്ളാഹ് കാര്യം ഓർത്തുകൊണ്ട് മുഖൽസായി കൊണ്ട് അള്ളാഹുവിന് മാത്രം വൈബിയ നിലക്ക്
നിനക്ക് എല്ലാ സഹായപ്പെടുത്തലും അതിന് മാത്രം അർപ്പിച്ചുകൊണ്ട് പാപം മാത്രം തേടിക്കൊണ്ട് നേർച്ചകളും വഴിപാടുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ആരാധന മുഴുവൻ അള്ളാഹിനെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുള്ളവർക്ക് ആരാധന അർപ്പിക്കാതെ തൗഹീദോട് ജീവിച്ച് തൗഹീദ് മരിക്കുന്ന ശിർക്ക് ചെയ്യാതെ തൗഹീദ് മരിക്കുന്ന അള്ളാഹ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിയാതെങ്കിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്ന് ഒരു പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് അള്ളാഹു നീ അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വനഅൽമു വസ്തഗ്ഫിർ ലിമാ ലാ അൽമു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷിർക്ക് നിഗൂഢമായി പ്രവേശിക്കും. രഹസ്യമായി ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും നിഗൂഢമായി. ഉറുമ്പ് അരിച്ചു വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. ഒപ്പം കഷ്ണമോ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറുമ്പ് അരിച്ചു കയറും, നമ്മളറിയില്ല, നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. എന്നുപോലെ മനുഷ്യ ഹൃദയങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അത് അരിച്ചു വരും, അറിയാതെ വിളിച്ചു വരും. അതിന് രക്ഷപ്പെടാൻ ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. വളരെ ഗൗരവമാണ്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലും ശിർക്ക് വരാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണമെന്ന സമസ്തക്കാർ പറയുന്നത്. സമതീയത്ത് അള്ളാഹു സമതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് വരില്ല. ഷഹാദത്ത് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ശിർക്ക് വരില്ല. ഇതൊന്നും എന്തല്ല, അത് വടായിയോടൊന്നും കാര്യമില്ല. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, ശിർക്ക് വരും, സൂക്ഷിക്കണം. ഉറുമ്പ് വരിച്ചു വരുന്നതിനേക്കാൾ നിഗൂഢമായി വരും ശിർക്ക്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു നീ അഊദു ബിക, അല്ലാഹു ഞാൻ രക്ഷയിടുന്നു, മിൻ അൻ ഉശ്രിക ബിക ശിർക്കൻ ശൈഅൻ വനഅൽമു, അറിയുന്ന വിധത്തിൽ ശിർക്കിന് വസ്തഗ്ഫിറുക മലാ അൽമു, അറിയാത്ത വിധത്തിൽ ശിർക്ക് വരുന്നു. വ്യത്യസ്ത രൂപത്തിൽ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. അല്ലെങ്കിൽ മറ്റ് സന്ദർഭ വിശ്വാസം ലാത്തിനെ കൊണ്ട് ഇസ്സത്തിനോട് ആരെങ്കിലും സത്യം ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ. അപ്പം ശിർക്ക് ചെയ്തു. അള്ളാഹു വഴിയുള്ള ഒരു ആരും സത്യം ചെയ്താൽ എന്ത് ശിർക്കാണത്. മൻ ഹല്ലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇല്ലാത്ത കൊണ്ട് ആരും സത്യം ചെയ്താൽ അവൻ കാഫിറായി. ഫഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാത്തിനെ കൊണ്ട് സത്യം ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ. അപ്പോൾ അള്ളാഹുവാണ് സത്യം എന്നല്ലാതെ ആരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. പ്രവാചകനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല, മരിച്ചവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിലേക്ക് തിരിച്ചു വരട്ടെ. തൗഹീദിൻ്റെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തുടങ്ങിയത്. ആ കാര്യമാണ് മരണം വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞത്. മരണസമയത്ത് നമ്മൾ എന്ത് വേണം, ആ വിശ്വാസത്തോട് തന്നെ മരിക്കുകയും വേണം. നമ്മളെ ദിക്ർ ദുആകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന കാര്യമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഇത്ര ദിക്ർ ദുആകളൊക്കെ നമ്മൾ നോക്കുക. ഒരു ദിക്ർ അല്ലാഹു ഓർക്കുക എന്നത് വലിയ കാര്യമാണ്. ആ ഓർത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ആരാധകനായി മറ്റാരുമില്ല എന്ന് അർത്ഥം ഉൾക്കൊണ്ടുണ്ട് നമ്മൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം പിൻപറ്റി ജീവിക്കുക. അതല്ലാത്തവരും എന്ത് ചെയ്യുക, പിൻപറ്റാണ്ടിരിക്കുക എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ ഹൃദയപ്പെടുത്തുന്നത്. ഷർറുൽ ഉമൂർ, അത് കാരണം ഷർറായ കാര്യങ്ങൾ എന്താണ് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. ശിർക്കിൽ എത്തിപ്പെടും. മരണപ്പെട്ടവരൊരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, കാലാകാലം നരകത്തിലായിരിക്കും. ആ ഭയാനകരമായ അവസ്ഥ അവിടെ വെച്ചിട്ട് നരകത്തിൽ വീണു പോയാൽ ആരും ശുപാർശക്കാർ അവിടെ ഉണ്ടാവില്ല. മുശ്രിക്കീങ്ങൾക്ക് വാപ്പമാരൊന്നും തേടാൻ കൂടി പാടില്ല. കാഫിറായി ആരെങ്കിലും സ്വന്തക്കാർ ബന്ധക്കാരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വാപ്പാന്മാരാരും നിസ്കരിക്കാത്ത ഒരാളുകളാണ് നിൽക്കുക. നിസ്കരിക്കാത്ത ആളാണ്, നല്ല അബ്ദുറഹ്മാനാണ്, സദക്കയുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ നിസ്കരിക്കാത്ത ആളായിരുന്നു. അവർക്ക് വേണ്ടി പാപം തേടുവാൻ കൂടി പാടില്ല. പരലോകത്തിന് വേണ്ടിയിട്ട് ആർക്കും ആരെയും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. പരലോകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. നരകത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളെ ആളുകൾ ചില കുറ്റങ്ങൾക്ക് വേണ്ടി മരത്തിൽ വീണ് കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, ശുപാർശ ചെയ്ത് അധികാരം നൽകും എന്നല്ലാതെ അങ്ങനെ സത്യവിശ്വാസികൾപ്പെട്ട ആളുകൾക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും. അപ്പോൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും ആ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ട് ശുപാർശ ചെയ്തോളും, അങ്ങനെ സ്വർഗ്ഗത്തിൽ കയറ്റും. അങ്ങനെ ധാരാളം പ്രാവശ്യം അങ്ങനെ ചെയ്യും, ആവർത്തി ചെയ്യും. അങ്ങനെ അവസാന സത്യവിശ്വാസത്തിൻ്റെ ഒരു കടുമണിത്തൂക്കുള്ളവർ മുഴുവൻ കയറ്റി കഴിഞ്ഞ ശേഷം പിന്നെ കലാകാലം നരകക്കാരേങ്ക നരകം, കലാകാലം സ്വർഗ്ഗക്കാരേങ്ക സ്വർഗ്ഗം. ഇവിടെ മരണമില്ല. ആ അവസ്ഥയാണ് ഉള്ളത്. ആ കാര്യം ഓർക്കുക. ഈ ദുനിയാവും നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ പ്രാർത്ഥിക്കാം. സത്യവിശ്വാസികൾക്ക് വേണ്ടി, കാഫിര്യങ്ങൾക്ക് വേണ്ടി അതും പാടില്ല. അതും അള്ളാഹു വിരോധിച്ചു. അപ്പോൾ ശിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അതേപോലെ തന്നെ അനാചാരങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുക. അനാചാരത്തിലൂടെയാണ് ശിർക്കിൽ എത്തിപ്പെടുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ശിർക്കിൽ നിന്ന് വിട്ടുകൊണ്ട്, അനാചാരത്തിൽ നിന്ന് വിട്ടുകൊണ്ട്
തൗഹീദോട് ജീവിച്ച് സുന്നത്തോട് ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന, സ്വർഗം കരസ്ഥമാക്കുന്ന, നരകത്തിൽ വിചാരണ കൂടാതെ തന്നെ അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി എനിക്കുമാകട്ടെ. ആമീൻ ആമീൻ. ഇതൊരു സാധാരണക്കാർക്കുള്ള ഉപദേശമാണ്. ഇത് പണ്ഡിതന്മാരുടെ ഉപദേശത്തെക്കാൾ കൂടുതൽ ഫലം ചെയ്യും സാധാരണക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കേട്ടവരൊക്കെ തന്നെ ഈ കാര്യം ഓർത്തുകൊണ്ട് ശിർക്കിൽ നിന്നും വിദ്യാർത്ഥി വിട്ടു നിൽക്കാനായിരിക്കും പറയേണ്ടത്. അനാചാരങ്ങൾ വിട്ടു നിൽക്കുക, അതാണ് നമ്മൾ ഒന്നാമത്തെ. പരസ്പരം ഉപദേശിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി പോകും. കാരണം അസർ ഇന്നൽ ഇൻസാൻ ഫി ഖുസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിൽ, ചെറിയൊരു സൂറത്തിൽ അന്ന് അർത്ഥത്തോട് വായിച്ചു നോക്കുക. പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുക. അല്ലാത്ത നഷ്ടക്കാരനാണ്, സ്വർഗം നഷ്ടപ്പോവും എന്നാണ് വിശ്വാസം പറഞ്ഞു. വല്യുവന്യവരായത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന്. അപ്പം നമുക്കറിയുന്ന അൽമ പഠിക്കുക, ഖുർആൻ എന്ന് പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അനാചാരം കണ്ടാൽ തടയുക, അതുകൊണ്ട് പറയുക, അത് മടി കാണിക്കേണ്ട. ആരായാലും ശരി, ഏത് സന്ദർഭത്തിലായാലും ശരി, അല്ലെങ്കിൽ മനസ്സിൽ ഒരിക്കുകയും ചെയ്യുക. അതിന് ഗൗരവമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. ധാരാളം കാര്യം ഇനിയും വിശേഷം പറയേണ്ടതുണ്ട്. മറ്റവസരത്തിൽ പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു തൗഫീഖ് മാറട്ടെ. ശിർക്കിൽ നിന്ന് വിട്ടുകൊണ്ട്, അനാചാരങ്ങൾ വിട്ടുകൊണ്ട്, തൗഹീദോടുകൂടി ജീവിച്ച്, സുന്നത്തോടുകൂടി ജീവിച്ച്, മാതൃകളായി ജീവിച്ച്, സ്വയം പിൻപറ്റി ജീവിച്ച്, മറ്റാരും പിൻപറ്റാതെ റസൂലായി ജീവിച്ച് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് മാറട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ، لا حول ولا قوة إلا بالله. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك غفور رحيم. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا جلاء أحزاننا ذهاب همومنا. അള്ളാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപങ്ങളെ നീ പൂർത്തിയാണ് തമ്പുരാനെ. അള്ളാഹുവേ, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയാണ് തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തണമേ. ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്. അള്ളാഹുവേ, ആശുപത്രിയിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട്, വീട്ടിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട്, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്, സാധിക്കാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾക്കുമുള്ള പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ നീ വീട്ടി തരണം, ഇല്ലാതാക്കി തരണം തമ്പുരാനെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞത് പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അങ്ങനെ തൗഹീദോട് ജീവിച്ച്, തൗഹീദോട് മരിച്ച്, ശിർക്കിൽ അകപ്പെടാതെ, ബിദ്അത്തിൽ അകപ്പെടാതെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.